ഈ മനോഹരമായ ഭൂമിയിൽ ജനിക്കുവാനും ജീവിക്കുവാനും വളരുവാനുമൊക്കെ ആവശ്യപ്പെടാതെ അവസരം തന്ന് ത്രിത്വ ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ടും സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയുടെ സ്നേഹത്തണലിലേക്ക് ചേർന്ന് നിന്നുകൊണ്ടും വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെയും അറിവിൻ്റെയും ആധ്യാത്മികതയുടെയും ഒക്കെ വഴിയും വാതിലും തുറന്നേകി ഗുരുക്കന്മാരെ മനസ്സാ സ്മരിച്ചുകൊണ്ടും ഈ നല്ല സന്ധ്യയിൽ ചില കൊച്ചു ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. അഭിഷിക്തത്താൽ ആദരണീയനും അഭിഷിക്ത ശുശ്രൂഷയെക്കുറിച്ച് വ്യക്തമായ ബോധ്യവുമുള്ള ക്രിയാത്മകമായി സഭാ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളുടെ വികാരിയച്ഛൻ, എന്നെക്കാളൊക്കെ അറിവിലും അനുഭവത്തിലും ആധ്യാത്മികതയിലും ശ്രേഷ്ഠരായ മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, വളരെ അപൂർവമായി കാണുന്ന നാളെയുടെ പ്രതീക്ഷകളായി വളർന്ന് വലുതാകേണ്ട യുവജനങ്ങളെ, പിന്നെ എല്ലാ വേദിയുടെയും മുമ്പിലിരിക്കാൻ വിധിക്കപ്പെട്ട പറയുന്ന കാര്യങ്ങളിൽ 90% മനസ്സിലാകാതെ വരുമ്പോഴും അടങ്ങിയിരിക്കേണ്ട വചനഭാഷയിൽ മേശയ്ക്ക് ചുറ്റും ഇന്ന് ഒരു പ്രമോഷൻ വിത്ത് പ്രമോഷൻ കസേരയ്ക്ക് മുകളിലായിരിക്കുന്ന കുഞ്ഞുമക്കളെ, ദൈവം ലോകത്തെ നമ്മെ ഒക്കെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് പോലും ഈ ഭൂമിയിൽ നല്ല കഥകളുണ്ടായത്. അതുകൊണ്ടൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ കഥ പറഞ്ഞു തുടങ്ങാം എന്നൊക്കെ കരുതിയിട്ട് കഥ കേൾക്കാനിരിക്കുന്നവരുടെ മുഖത്തിന്റെ ഭാവം കാണുമ്പോൾ അല്പം കഠിനമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അപ്പൊ ഇത്രയും കഠിന മുഖഭാവത്തോടു കൂടി ഇരിക്കുന്നവരെ നോക്കി ഈശ്വര എങ്ങനെയാണ് കഥ പറയുക? അതുകൊണ്ട് ആദ്യത്തെ അപേക്ഷ ഇത്രയും ഗൗരവം വേണ്ട എന്നുള്ളതാണ്. കഥ ഇങ്ങനെയാണ്. പണ്ട് ഒരു പ്രഭാഷകനും ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് ഡ്രൈവറും അയൽവക്കക്കാരായി താമസിച്ചിരുന്നു. ഈ ഇടവകയുടെ പേരെന്താ വെച്ചാൽ മുണ്ടുകുടി സെന്റ് കുര്യാക്കോസ് ഇടവകക്കാരായിരുന്നില്ല. പക്ഷെ രണ്ടുപേരും ഓർത്തഡോക്സുകാരായിരുന്നു, ഈ പ്രഭാഷകനും ഡ്രൈവറും. അവർ രണ്ടുപേരും മരണമടഞ്ഞു. സ്വർഗ നരകങ്ങളെ വേർതിരിക്കുന്ന പ്രവേശന കവാടത്തിനരികെ ഈ പ്രസംഗകനും ഈ ഡ്രൈവറും അവരവരുടെ ഊഴം വിധി കാത്തിങ്ങനെ നിൽക്കുകയാണ്. ഇവരുടെ ഗതി എന്താകുമെന്ന് അറിയുവാനുള്ള അദമ്യമായ ആകാംക്ഷ കൊണ്ട് കുറെ വിശ്വാസികളും ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. കൂടി നിന്ന വിശ്വാസികളെ അതിശയിപ്പിച്ചുകൊണ്ട് അമ്പരപ്പിച്ചുകൊണ്ട് ദൈവം തമ്പുരാൻ ഈ സുവിശേഷ പ്രസംഗകനെ നരകത്തിലേക്കും സൂപ്പർ ഫാസ്റ്റ് ബസ് ഡ്രൈവറെ, ഞാനിത് ആരോടാ പറയുന്നത്? 2 ഓപ്ഷനല്ലേ ഉള്ളൂ, സ്വർഗത്തിലേക്കും പറഞ്ഞു. സ്വാഭാവികമായി രംഗം കണ്ടു നിന്ന ഒരു കാണിക്ക് അതിശയം അടക്കി വെക്കാനായില്ല. അയാൾ സധൈര്യം എഴുന്നേറ്റ് ദൈവത്തോട് ചോദിച്ചു, ദൈവം ഇതെന്തൊരു ന്യായം, ഇതെന്തൊരു നീതി? ഒരുപാട് കാലം ഒരുപാട് ജനതയോട് നന്മയുടെ സന്ദേശം അനുസ്യൂതം അറിയിച്ച ഒരു മനുഷ്യന് നിർദാക്ഷിണ്യം നരകത്തിലേക്കും കേവലം ഒരു ബസ് ഡ്രൈവറെ സ്വർഗത്തിലേക്കും പറഞ്ഞു വിട്ടതിന്റെ പിന്നിലെ സാങ്കത്യം എന്താണ്, ന്യായം എന്താണെന്ന് ചോദിച്ചു. ചോദ്യകർത്താവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, മകനെ, കാരണം മറ്റൊന്നുമല്ല, പ്രഭാഷകന്റെ വാക്കുകൾ നന്മ നിറഞ്ഞതായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ കേട്ട് ജനങ്ങൾ ഉറങ്ങുകയായിരുന്നു. ഒരുപാട് കാലം ജനങ്ങളെ പള്ളികളിലും ക്ലാസ് മുറികളിലും ധ്യാന മന്ദിരങ്ങളിലും ഒക്കെ ഇരുത്തി ഉറക്കിയത് കൊണ്ട് പ്രഭാഷകൻ നരകത്തിൽ പോയി. മറ്റേയാൾ കേവലം ബസ് ഡ്രൈവർ മാത്രമായിരുന്നെങ്കിലും കേരളത്തിലെ റോഡുകളുടെ സ്ഥിതി മോശമായിരുന്നത് കൊണ്ട് ആർക്കും തന്നെ ആ വാഹനത്തിൽ ഇരുന്ന് നേരെ ചൊവ്വേ ഉറങ്ങാൻ പറ്റിയില്ല. മാത്രമല്ല, വാഹനം സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നതുകൊണ്ട് ജനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് എന്റെ ദൈവമേ എന്നിങ്ങനെ നിലവിളിക്കുകയും ചെയ്തു. ദൈവം പറഞ്ഞ ന്യായം, ജനങ്ങളെ ഉറക്കിയത് കൊണ്ട് ഉറക്കിയാൽ നരകത്തിലും, ഉണർത്തിയിരുത്തുകയും ദൈവമേ എന്ന് വിളിപ്പിക്കുകയും ചെയ്തയാൾ സ്വർഗത്തിലും പോയി. കഥ ഇവിടെ തീരുകയാണ്. ഞാൻ എന്തിനാ ഇങ്ങനെയൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് കരുതിയത്? പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ വരെ വന്ന് ഒരു പ്രസംഗം നടത്തി എന്നൊരൊറ്റ കാരണം കൊണ്ട് ദയവ് വിചാരിച്ച് എന്നെ നരകത്തിലേക്ക് പറഞ്ഞു വിടരുത് എന്ന് പറഞ്ഞാൽ എന്താ?
ഉറങ്ങരുത്. ഉറങ്ങരുതെന്ന് പറഞ്ഞാൽ എന്താ? ഈ സന്ദേശം തീരുന്നതിന് മുമ്പ് എന്റെ മുമ്പിലിരുന്ന് മതിയടാ, നിർത്തടാ എന്നൊക്കെയുള്ള നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്തരുതേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കഥയിൽ നിന്നും കാര്യത്തിലേക്ക്. എന്താണ് കാര്യം? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇപ്പോൾ നാം ഇങ്ങനെ ആചരിച്ചു വരുന്ന ഈ നോമ്പ് സഭയിലെ ആരാധന അനുഷ്ഠാനങ്ങൾക്ക് ഏകദേശം ഒരു 200 വർഷക്കാലത്തെ ചരിത്രമാണ് ഉള്ളത്. 200 വർഷക്കാലത്തെ ചരിത്രമുള്ള പരിശുദ്ധ സഭയുടെ ആരാധന അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് 2000 വർഷം പഴക്കമുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ് നാം വായിക്കുന്നത്. അപ്പൊ 2019 ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് അനുഷ്ഠിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളുടെ പ്രസക്തി എന്താണ്? 2019 ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളോട്, സങ്കടങ്ങളോട്, സ്വപ്നങ്ങളോട്, പ്രതിസന്ധികളോട്, ആകാംക്ഷകളോടൊക്കെ സംസാരിക്കുവാനും സംവദിക്കുവാനും 2000 വർഷം പഴക്കമുള്ള ഗ്രന്ഥത്തിനാകുമോ? ആകുമോ? ഒന്നും മിണ്ടണില്ല. പറ്റൂ? എന്താ ഇതിന്റെ റിലവൻസ്? എന്താണ്? നമ്മുടെ സഭയ്ക്ക് പറ്റിയ ഒരു അപചയം ക്രിസ്തുയേശുവിന്റെ 33 വർഷക്കാലത്തെ ജീവിതത്തിലെ, പ്രത്യേകിച്ചും പരസ്യ ശുശ്രൂഷ ജീവിതത്തിലെ 3 വർഷത്തെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളെയാണ് നമ്മുടെ പിതാക്കന്മാർ ആരാധനകളും കൂദാശകളുമായി പുനർക്രമീകരിച്ചു. ഒരു നിധി പോലെ നമ്മുടെ കൈകളിലേക്ക് നൽകിയ ഈ സുന്ദരമായ ആരാധന അനുഷ്ഠാനങ്ങളെ ഇന്നിന്റെ ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്യാൻ നമുക്ക് പലപ്പോഴും പറ്റുന്നില്ല. ഞാൻ പറയുന്നൊന്ന് യോജിക്കുന്നോ ഇല്ലയോ? എന്താ മനസ്സിലായോ? എന്ത് മനസ്സിലായി? നോമ്പിന്റെ വർത്തമാനകാല പ്രസക്തി എന്താണ്? ആരാധന അനുഷ്ഠാനങ്ങളെ ഇന്നിന്റെ ജീവിതവുമായി എങ്ങനെയാണ് ബന്ധപ്പെടുത്തേണ്ടത്? അതാത് കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യന്റെ പ്രശ്നങ്ങളോട് ചേർന്ന് നിൽക്കാത്ത ഒന്നിനും കാലഘട്ടത്തെ അതിജീവിക്കാനാകില്ല. അതുകൊണ്ട് നോമ്പുമായി എന്താണ് നോമ്പ്, വർത്തമാനകാലത്തിലെ നോമ്പിന്റെ പ്രാധാന്യം എന്താണെന്ന് 2 ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. നോമ്പിനെ കുറിച്ച് അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഏറ്റവും മനോഹരമായ ഒരു നിർവചനം ഇങ്ങനെയാണ്: ലെന്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു റെസ്റ്റ്. നോമ്പെന്ന് പറയുന്നത് വിശ്രമിക്കുവാനുള്ള ഒരു ക്ഷണമാണ്. ഒരുപാട് തിരക്കിൽപ്പെട്ട് ജീവിതവുമായി ബന്ധപ്പെട്ട് നെട്ടോട്ടമോടുന്ന മനുഷ്യനോട് മകനെ മകളെ വരിക, ഇടയ്ക്കിടയ്ക്ക് പൂരിപ്പിക്കുക, അല്ലെങ്കിൽ നരകത്തിൽ പോണ്ടി വരും. ഞാൻ മകനെ മകളെ വരിക, വിശ്രമിക്കുക, വിശ്രമിക്കാൻ വിളിക്കുക. എന്താ വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വിശ്രമിക്കുക എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ കേൾക്കുന്ന ഏതൊരു മനുഷ്യന്റെയും മനസ്സിലേക്ക് വരുന്ന ആശയം വെറുതെ ഇരിക്കുക ആണോ അല്ലേ? എന്നാൽ വിശുദ്ധ നോമ്പുമായി ബന്ധപ്പെട്ട് വരിക മകനെ വിശ്രമിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം കുറച്ചും കൂടി ആന്തരികമാണ്, ആഴമേറിയതാണ്. ദൈവം വിശ്രമിച്ചോ? ഞാൻ ആരോടെ പറയും? വിശ്രമിച്ചോ? ഇല്ലേ? വിശ്രമിച്ചു. എപ്പോഴാ? ദൈവം പോലും വിശ്രമിച്ചു, നിവർത്തനായിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയും. 6 ദിവസത്തെ അനസ്യൂതമായ സൃഷ്ടിക്ക് ശേഷം ദൈവം വിശ്രമിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുമ്പോൾ ദൈവം വെറുതെ ഇരുന്നു എന്നല്ല അർത്ഥം. പിന്നെയോ എന്താ ചെയ്തത്? 7-ാം ദിവസം 6 ദിവസം തിരക്കാർ നടത്തിയ സൃഷ്ടിയിലേക്ക് ദൈവം ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കി. ഒരു ചിത്രകാരൻ ചിത്രം വരച്ചിട്ട് തിരിഞ്ഞു നോക്കും. എഴുതുന്നയാൾ എഴുതുന്ന ലേഖനമോ കഥയോ കവിതയോ ഒരിക്കൽ കൂടി വായിച്ചു നോക്കും. എന്തിനാ? ഒരു ചിത്രകാരൻ താൻ വരച്ച ചിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് താൻ വരച്ച ചിത്രത്തിലെ ഏതെങ്കിലും ഒരു വർണ്ണമോ വരയോ കുറച്ച് മാറ്റി വരച്ചാൽ ആ ചിത്രം കുറെ കൂടി മനോഹരമാക്കുവാനുള്ള വഴി തേടിയ. ചിത്രം വരയ്ക്കുന്ന അസുഖമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും ഞാൻ ഈ പറയുന്നത്. വായിക്കുന്ന അസുഖമുള്ളവർ, എഴുതുന്ന അസുഖമുള്ളവരൊക്കെ ഉണ്ടോ? ഉണ്ടോ? ഇല്ലായിരിക്കും, കുറവായിട്ട്. ഞാനൊക്കെ അസുഖമുള്ള ഒരാളാണ്. അപ്പൊ എന്ത് എഴുതിയാലും പിന്നെ നമ്മൾ വായിച്ചു നോക്കും. എന്തിനാ അത്? എന്തെങ്കിലും അക്ഷരങ്ങളെ മാറ്റിയാൽ, ആശയങ്ങളെ മാറ്റിയാൽ ആ എഴുത്ത് കുറെ കൂടി മനോഹരമാക്കുമെന്നറിയാൻ. ദൈവം വിശ്രമിച്ചത് അങ്ങനെയാണ്.
6 ദിവസം അനസ്യൂതമായി സൃഷ്ടിച്ച സൃഷ്ടികളിലേക്ക് 7-ാം ദിവസം ദൈവം തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒരു വലിയ കാര്യം ദൈവം കണ്ടുപിടിച്ചു. എന്താ അത്? 6 ദിവസവും സൃഷ്ടി നടത്തി. നല്ലത് നല്ലത് നല്ലതെന്ന് പറഞ്ഞ ദൈവം 7-ാം ദിവസം തിരിഞ്ഞു നോക്കിയപ്പോ ഒരു കാര്യം നല്ലതല്ലെന്ന് പറഞ്ഞ എന്താ അത്? എന്ത്? മനുഷ്യൻ ആദം ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അതിന് ഇങ്ങനെ പറഞ്ഞോട്ടെ. 6 ദിവസത്തെ സൃഷ്ടിയിൽ സാക്ഷാൽ ദൈവം തമ്പുരാന് പോലും താൻ സൃഷ്ടിച്ച സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന്റെ കണ്ണിലെ ഏകാന്തത, സങ്കടം, ഒറ്റപ്പെടൽ കാണാനായില്ല. പിന്നെ എപ്പോഴാ അത് കണ്ടുപിടിച്ചത്? എന്താ കണ്ടുപിടിച്ചത്? എപ്പോഴാ? ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയപ്പോഴാ. അപ്പൊ 2019 ഈ നോമ്പിൽ നാം വിശ്രമിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വെറുതെ ഇരിക്കണല്ലേ. പിന്നെ എന്താ? ഈ തിരക്കിൽ നിന്നും സാധാരണ ഉള്ള നെട്ടോട്ടത്തിൽ നിന്നും അല്പമൊന്ന് മാറിയിട്ട് തിരിഞ്ഞു നോക്കിയാൽ ദൈവം എന്റെയും നിങ്ങളുടെയും കൈകളിലേക്ക് തന്ന മനോഹരമായ ജീവിതമെന്ന് പറയുന്ന ഈ ചിത്രത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട മക്കളുടെയോ മാതാപിതാക്കളുടെയോ ജീവിത പങ്കാളികളുടെയൊക്കെ കണ്ണിലെ സങ്കടങ്ങൾ, സന്തോഷങ്ങൾ ചെറുതെന്ന് നോക്കി ഞാനും നിങ്ങളും കാണാതെ പോകുന്ന ചിലത് കണ്ടുപിടിക്കാൻ വിളിക്കുക. വല്ലതും കണ്ടുപിടിച്ചോ? എന്നിട്ട് കണ്ടുപിടിച്ചോ? നമ്മുടെ ഒരു കാര്യം സങ്കടം ആലോചിച്ചാൽ നോമ്പ് തുടങ്ങി കുമ്പിടല് വേണ്ടെന്നല്ല ഞാൻ പറയാണ്. കുറെ ഭക്ഷണം വേണ്ടാന്ന് വെക്കും. ഒരു ക്രമബദ്ധമായ ആചാര അനുഷ്ഠാനത്തിൽ നിന്ന് അപ്പുറത്തേക്ക് സഞ്ചരിക്കണം. എല്ലാ ആചാരങ്ങൾക്കും 2 മീനിങ് ഉണ്ട്. ഒന്ന് ഇന്റൻഡഡ് മീനിങ്, 2 അക്വയർഡ് മീനിങ് എന്ന് പറയും. നൽകപ്പെട്ട അർത്ഥമുണ്ട്, സ്വാംശീകരിക്കേണ്ട അർത്ഥമുണ്ട്. നൽകപ്പെട്ട അർത്ഥമാണ് 40 നോമ്പും 10 ദിവസം മാറ്റി നിർത്തിയുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും. എന്നാൽ ഇതിൽ നിന്ന് ഞാൻ നിങ്ങൾ സ്വാംശീകരിക്കേണ്ട, സ്വായത്തമാക്കേണ്ട, ഇന്റേണലൈസ് ചെയ്യേണ്ട ഒരർത്ഥമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാതെ പോവുക. ആ അർത്ഥത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ നോമ്പ് എന്താണ്? വിശ്രമിക്കില്ല. 2ാമത്തെ ആശയം ഞാൻ കണ്ടുപിടിച്ച ആശയം, അതുകൊണ്ട് വേറെ ആരുടെയും പേര് പറയാനില്ല. ഞങ്ങൾക്ക് 2 ആഴ്ച മുമ്പാണ് ഒരു ഞായറാഴ്ച, ഇതുപോലെ ഒരു ഞായറാഴ്ച പകലൊരു ഫാമിലി കോൺഫറൻസിന് ക്ലാസ് ഒക്കെ എടുത്ത് വന്ന് ഒരു മണിക്കൂർ നേരം ഉച്ചയ്ക്ക് കിടന്നുറങ്ങി വൈകുന്നേരം പ്രസംഗിക്കാൻ പോകണം. അപ്പൊ ഞാൻ കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോ നല്ല മഴക്കാറിങ്ങനെയുണ്ട്. മഴ കാണാനുള്ള വലിയ കൊതികോടുകൂടി, ആഗ്രഹത്തോടുകൂടി ഞാനിങ്ങനെ പൂമുഖത്തിരുന്ന് മഴയെ നോക്കി ഇങ്ങനെ ഇരുന്നു. കൊതിപ്പിച്ചു എന്നല്ലാണ്ട് മഴ പെയ്തില്ല. അപ്പൊ എനിക്ക് തോന്നി നോമ്പിന് ഇങ്ങനെ അർത്ഥമുണ്ട്. എന്താണ്? ചുട്ടുപൊള്ളുന്ന ഈ വേനലിൽ സത്യത്തിൽ നോമ്പെന്ന് പറഞ്ഞാൽ പെയ്ത് വീഴേണ്ട മഴയാണ്. മനുഷ്യന്റെ ആത്മാവിലും ശരീരത്തിലും ജീവിതത്തിലുമൊക്കെ ഒരുപാട് പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. ആ പൊള്ളലിൽ ഒരു നനുത്ത തണുത്ത മഴയായി എന്ത് പെയ്ത് വീഴണം? നോമ്പ്. ഇത്രയും പിടികിട്ടി ഞാൻ കരുതുന്നു. അങ്ങനെയെങ്കിൽ നോമ്പ് ഒരു വിശ്രമമാണെങ്കിൽ, നോമ്പ് പെയ്ത് വീഴേണ്ട ഒരു മഴയാണെങ്കിൽ, ഈ 2019 നോമ്പനുഷ്ഠാനത്തിലൂടെ നമുക്ക് എങ്ങനെയാ ഇതിലേക്ക് എത്തിപ്പെടുക? വിശുദ്ധ നോമ്പിൽ നാം വായിക്കുന്ന വേദവായന ഭാഗങ്ങളുടെ ിലൂടെ സഞ്ചരിച്ചാൽ ഇതിനുള്ള ഉത്തരങ്ങളുണ്ട് എന്നാണ് എൻ്റെ വിചാരം. നമ്മുടെ പിതാക്കന്മാർ വലിയ നോമ്പിൽ 6 ആഴ്ചകളിൽ വായിക്കുന്ന വേദവായന ഭാഗമുണ്ട്, ഇല്ലയോ? വായിച്ചു കഴിഞ്ഞില്ലേ? അതും ഈ നോമ്പുമായിട്ട്, ഈ നോമ്പിന്റെ ജീവിതവുമായിട്ട് എന്താ ബന്ധം എന്നാ ചിന്തിക്കാൻ പോകുന്നത്. ആദ്യ ആഴ്ചയിൽ, കൊത്തിനെ ഞായറാഴ്ചയിൽ നാം വായിക്കുന്ന വേദവായന ഭാഗം ഒരു കല്യാണ വീട്ടിൽ ക്രിസ്തു വെള്ളത്തെ വീഞ്ഞാക്കി. നമ്മുടെ വലിയ പ്രശ്നം, ദൈവം വെള്ളം വരെ വീഞ്ഞാക്കി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, വീട്ടിൽ പോയി, തീർന്നു. 2000 കൊല്ലങ്ങൾക്കപ്പുറത്തൊരു വിവാഹ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയതിന്റെ 2019 അർത്ഥം എന്താണ്? 2 ചോദ്യങ്ങൾ ആ വേദവായന ഭാഗത്തോട് ചോദിക്കണം. പഠിക്കുന്ന കുറെ കുട്ടികളില്ലടോ? ഉണ്ടോ? എപ്പോഴും ഭംഗിയായി പഠിക്കാൻ ഒരു മാർഗം എന്താണ്? വായിക്കുന്നതിനോട് ചോദ്യങ്ങൾ അങ്ങോട്ട് വല്ലതും ചോദിക്കാറുണ്ടോ? അങ്ങനെ ഒരു സമയമില്ലാത്തതുകൊണ്ട് പറയണില്ല. അങ്ങനത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. വായിക്കുന്നതിനോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനകത്തുള്ള അർത്ഥം പുറത്തു. 2 ചോദ്യം ചോദിക്കാം. ആരോടാ? ദൈവം തമ്പുരാനെ. ടാക്സി വിളിച്ചു പോണ്ടി വരും. ആരോടാ? ഈ 1ാമത്തെ ആഴ്ചയിലെ അടയാളത്തോട്.
ചോദ്യം ഇതാ, ഒന്ന്, ക്രിസ്തു തന്റെ ആദ്യ അടയാളം ചെയ്യാൻ എങ്ങോട്ടാ പോയത്? വിവാഹ വീട്ടിലേക്ക്. അവിടെ എന്താ പ്രശ്നം? അതല്ല എന്റെ ചോദ്യം, അത് നമുക്കറിയാലോ. നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്ന് വഴി മാറി ചിന്തിച്ചു നോക്കി. കാരുണ്യത്തിന്റെയും സാന്ത്വനത്തിന്റെയും സൗഖ്യത്തിന്റെയും സ്നേഹത്തിന്റെയും തമ്പുരാൻ സത്യത്തിൽ ആദ്യ അടയാളം ചെയ്യാൻ പോകേണ്ടിയിരുന്നത് ഒരു മരണ വീട്ടിലേക്കോ, രോഗിയായി ഒരാളെങ്കിലും കിടക്കുന്ന ഒരു വീട്ടിലേക്കോ, ഒരു സങ്കടത്തിന്റെ ഭവനത്തിലേക്ക് പോകേണ്ടതിന് പകരം എന്തുകൊണ്ട് ഒരു വിവാഹ വീട്ടിൽ പോയി? ഇത്രയും കാലം ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലയോ? ഇപ്പൊ ചിന്തിക്കാമോ? ചിന്തിക്കും. രണ്ടാമത്തെ ചോദ്യം, അവിടെ പോയിട്ട് ക്രിസ്തു എന്താ ചെയ്തത്? വെള്ളത്തെ നോക്കി, ഒരു വസ്തുവിനെ വേറൊരു വസ്തുവാക്കി മാറ്റി. ഒരവസ്ഥയ്ക്കല്ല മാറ്റം വരുത്തിയത്, ഒരു വ്യക്തിക്കല്ല മാറ്റം വരുത്തിയത്, രോഗത്തിനല്ല മാറ്റം വരുത്തിയത്, സങ്കടത്തിനല്ല മാറ്റം വരുത്തിയത്, ഒരു വസ്തുവിന്. എന്തുകൊണ്ട്? ആദ്യ അടയാള നിർവഹണം എന്തുകൊണ്ട് തമ്പുരാൻ ഇത്തരത്തിൽ ആക്കി? ഉത്തരവ് ഞാൻ തന്നെ പറയണ്ടേ? വേണം. പിന്നെ അതിനാണല്ലോ നമ്മളെ വിളിച്ചേരുന്നേ, അല്ലേ? എന്റെ വിചാരം, എന്റെ ചെറിയ ചിന്ത ഇങ്ങനെയാണ്. വിവാഹ വീട്ടിൽ തന്നെ ആദ്യ അടയാളം ചെയ്യാൻ പോയതിന്റെ കാരണം, വിവാഹത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താ? സ്വന്തമായി കല്യാണം കഴിച്ചു വരുന്ന ഈ കൂട്ടത്തിൽ ഇല്ലേ? ഉണ്ടോ? എന്താ ഇതിന്റെ പ്രത്യേകത? എന്താ? എല്ലാ ബന്ധങ്ങൾക്കും തുടക്കം കുറിക്കുന്ന ദിനമാണ് എന്ത്? വിവാഹം, അല്ലേ? വിവാഹം ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നത്, അല്ലേ? എങ്ങനെയാ? നമ്മള് ബാക്കിയുള്ള മുഴുവൻ കൂദാശകൾക്ക് ആളെ കൊടുക്കുകയല്ലേ, സപ്ലൈ ചെയ്യല്ലേ? അതുകൊണ്ട് അടുത്ത് പരിചയമുള്ള എല്ലാ തിരുമേനിമാരും ഞാൻ പറയാറുണ്ട്, കൂദാശകൾ 1-ാം സ്ഥാനം വിശുദ്ധ കുർബാനയ്ക്ക് കൊടുത്തോളൂ, വെള്ളി മെഡലെങ്കിലും വിവാഹത്തിന് കൊടുക്കണം. എന്താ കാരണം? അവര് കഴിക്കാത്തതുകൊണ്ട് അവർക്ക് അതിന്റെ പ്രശ്നം അറിയില്ലേ? നമുക്കറിയാലോ. എന്താ അതിന്റെ കാരണം? നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിന് മുൻകൈ എടുത്തില്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൂദാശയ്ക്ക് ആളെ കിട്ടുമോ? ബാക്കി നടക്കുന്ന സകല കൂദാശയ്ക്ക് നിരന്തരമായി ആൾക്കാരെ സപ്ലൈ ചെയ്യുന്ന നമ്മളോട് കുറച്ചുകൂടി ബഹുമാനം കാണിക്കണോ വേണ്ടേ? ഞാൻ പറയുന്നത് ന്യായമാണെങ്കിൽ സമ്മതിച്ചാൽ മതി. അത്രയാണ് ഈ പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ എല്ലാ ബന്ധങ്ങൾക്കും തുടക്കം കുറിക്കുന്ന ഒരു വിവാഹ വീട്ടിലേക്ക് ക്രിസ്തു ചെന്നിട്ട് ചെയ്തതെന്താ? ഒരു വസ്തുവിനെ വേറൊരു വസ്തുവാക്കി മാറ്റിയ വസ്തുവിന്റെ മാറ്റം എന്താണ്? വെള്ളത്തിൽ നിന്ന് വീഞ്ഞിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ ഇതിന്റെ ഒരു അത്ഭുതം മാത്രമായി കാണരുത്. അതുകൊണ്ട് പൗരസ്ത്യ സഭ പറയും അടയാളങ്ങൾ, അല്ലെ? അത്ഭുതം നമ്മൾ പറയാറില്ല, അടയാളമാണ്, സയൻസ് ആണ്. എങ്ങനെ അടയാളം? അത്ഭുതം എന്ന് പറഞ്ഞാൽ മാജിക്കാത്ത പരിപാടി. ഇന്നത്തെ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ സങ്കടം ദൈവത്തെ മാജിക്കാറാക്കി കളഞ്ഞു എന്നുള്ളതാണ്. അതൊന്നും അടയാളങ്ങളാണ്. അടയാളം ആഴത്തിൽ പഠിക്കേണ്ടതാണ്. എന്താ വെള്ളവും വീഞ്ഞും തമ്മിലുള്ള വ്യത്യാസം? നിങ്ങളുടെ മനസ്സിലൊക്കെ ഉള്ളത് വലിയൊരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം വെച്ചു, റൂസ്മ ചെയ്തു, പീഞ്ഞായി പോയിതാണ്. 2019 എന്താ ഈ പരിപാടിന്റെ അർത്ഥം? വെള്ളവും വീഞ്ഞും തമ്മിൽ 3 വ്യത്യാസമുണ്ട്. അത് പറയുമ്പോൾ ഇത് മനസ്സിലാവും. എന്താ 3 വ്യത്യാസം? എന്തൊക്കെയാ? ഇത് പറഞ്ഞ് മണവും ഗുണവും നിറവും പറഞ്ഞു എന്റെ മണവും പോയി ഗുണവും പോയി എന്റെ വിചാരം. ഞാൻ 3 വ്യത്യാസം പറയാം. ഒന്ന്, സയൻസ്, കെമിസ്ട്രി. വെള്ളത്തിനേക്കാൾ 0.01% ഡെൻസിറ്റി, സാന്ദ്രത കുറവാണ് എന്തിന്? വീഞ്ഞിന്. ഇനി ഡെൻസിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മച്ചിമാർ ഉറങ്ങി വീഴൊന്നും വേണ്ട, കനം കുറച്ചു എന്ന് വിചാരിച്ചാൽ മതി. എല്ലാ ബന്ധങ്ങൾക്കും തുടക്കം കുറിക്കുന്ന വിവാഹത്തിന്റെ നാളിൽ ക്രിസ്തു പോയിട്ട് വിവാഹ വീട്ടിൽ ചെന്നിട്ട് ഒരു വസ്തുവിന്റെ കനം കുറച്ചു. രണ്ടാമത്തെ വ്യത്യാസം, വീഞ്ഞിന് ഔഷധ മൂല്യം ഉണ്ടെന്നല്ല, മെഡിസിനൽ വാല്യൂ ഉണ്ട്. മുറി ഉണക്കുവാനുള്ള അപാരമായ കഴിവ് എന്തിനുണ്ട്? വീഞ്ഞിന്. മൂന്നാമത്തെ വ്യത്യാസം നമുക്ക് ആണുങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമാണ്. എന്താ അത്? വീഞ്ഞിന്റെ മൂന്നാമത്തെ വ്യത്യാസം, പഴകും തോറും. ഇവിടെ സ്ത്രീകൾക്കാണല്ലോ നല്ല നിശ്ചയമീക്കാർ. അത് സ്ത്രീകള് കുഴപ്പക്കാരായതുകൊണ്ടൊന്നല്ല. പിന്നെ എന്താ? ആണുങ്ങളായ നമുക്ക് വീര്യം കൂടുമ്പോൾ ഇതൊക്കെ അനുഭവിക്കേണ്ട ഹതഭാഗ്യവതികൾ അവരായതുകൊണ്ട് അവരത് പൂരിപ്പിച്ചു. അപ്പൊ കാലപ്പഴക്കം ചെല്ലും തോറും വീര്യം കൂടുന്ന, മുറിവുണക്കാൻ കഴിയുന്ന, കനം കുറഞ്ഞൊരു വസ്തുവാണ് ക്രിസ്തു വിവാഹത്തിന്റെ അന്ന് നിർമ്മിച്ചതെന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ വിചാരിക്കാം. എങ്ങനെ വിചാരിക്കാം? കാലപ്പഴക്കം ചെല്ലും തോറും വീര്യം കൂടുന്ന വീഞ്ഞു പോലെ മനുഷ്യന്റെ ബന്ധങ്ങളും കാലപ്പഴക്കം ചെല്ലും തോറും എന്തുള്ളതാകണം? ആണോ? കാലപ്പഴക്കം ചെല്ലും തോറും വീര്യം കൂടുന്നുണ്ടോ?
ഞാനൊരു 6 മാസം ഒരു മാനേജിങ് കമ്മിറ്റി ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ. എന്നെ ഒരുപാട് കൺഫ്യൂസ് ചെയ്തൊരു ചോദ്യമാണ്. വിശുദ്ധ കുർബാനയിലെല്ലാം ഉണ്ട്, ഓൾ ഇൻക്ലൂസീവ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ടും പിന്നെയും പ്രാർത്ഥനയാണ്. എന്ത് പ്രാർത്ഥനയാണ്? വിവാഹ വാർഷിക പ്രാർത്ഥന, ജന്മദിന പ്രാർത്ഥന. എനിക്ക് മനസ്സിലാകണേ ഇല്ല. അപ്പോ എന്നോട് സ്വകാര്യമായിട്ട് ഒരു തിരുമേനി പറഞ്ഞു, സത്യമായിട്ട് അതിന്റെ ആവശ്യമില്ല അജി, താൻ പറഞ്ഞാൽ ശരി, പക്ഷെ നിവൃത്തികേട് കൊണ്ട് അങ്ങനത്തെ പ്രാർത്ഥന വെച്ചേക്കണം, മനസ്സിലായല്ലോ. മേരിക്കുട്ടിയുടെ 45ാം വാർഷികമൊക്കെ ആർക്കറിയാം? ഈ കുർബാന ചൊല്ലുമ്പോൾ അറിയാം. പ്രപഞ്ചത്തിന്റെ പോലും വീണ്ടെടുപ്പിന് വേണ്ടിയാണ് വിശുദ്ധ കുർബാന. അപ്പൊ പിന്നെ ചാക്കോച്ചനും മറ്റേ എന്താ പറയുക സാറാമ്മയും കൂടി കല്യാണം കഴിച്ച് 30 കൊല്ലമായത് ആരറിഞ്ഞ ദൈവം അറിയാതെ പോവുകയാണോ? ഈ പോട്ട് അങ്ങനെ നടത്തുക എന്ന് വിചാരിക്കും. കവറൊക്കെ കൊടുത്ത് നല്ല കാര്യമാണ്, അങ്ങനെ നടത്തുക എന്ന് വിചാരിക്കും. നടത്തിയിട്ട് വല്ല ഗുണമുണ്ടോ? അവിടെ എന്റെ ചോദ്യം. എന്താ സംഭവിക്കുന്നത്? കാലപ്പഴക്കം ചെല്ലുന്തോറും വീര്യമുള്ള വീഞ്ഞ് പോലെയാകേണ്ട മനുഷ്യബന്ധങ്ങൾ ഓരോ വിവാഹ വാർഷികം കഴിയും തോറും ഭാര്യയും ഭർത്താവും നമ്മളുടെ ബന്ധം ഇന്ത്യയും പാകിസ്ഥാനും പോലെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ജന്മദിനം കഴിയുമ്പോഴും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം കാത്തലിക്കുകാരും ഓർത്തഡോക്സുകാരും പോലെ അടുത്തുകൊണ്ടിരിക്കുക. നോക്കി, വർത്തമാനകാല ജീവിതത്തിൽ 2019 ജീവിക്കുന്ന ഞാനും നിങ്ങളും വിശുദ്ധ നോമ്പിന്റെ ആദ്യ ആഴ്ചയിൽ വെള്ളം വീഞ്ഞാക്കിയ അടയാളം ധ്യാനിക്കുമ്പോൾ തിരിച്ചറിയേണ്ടത് മനുഷ്യന്റെ ബന്ധങ്ങളെ കുറിച്ചുള്ള തമ്പുരാന്റെ ചിന്തയാണ്. എന്താ അത്? മരവിച്ചു പോകുന്ന പച്ചവെള്ളം പോലെ മരവിച്ച മനുഷ്യന്റെ ബന്ധങ്ങൾ വീഞ്ഞു പോലെ ലഹരിയുള്ളതാകണം. ആകണമെങ്കിൽ എന്താ മാർഗം? അത് കണ്ടല്ലോ അല്ലെ, ഒരാളോട് സംസാരിക്കുന്ന കണ്ടല്ലോ. 30 സെക്കൻഡ് ബ്രേക്ക് കണ്ടു കഴിഞ്ഞിട്ട് 10. എന്തൊക്കെ ആകാംക്ഷകളിലാണ് നമ്മൾ ഇരിക്കുന്നത്. എന്തായിരിക്കും സംസാരിച്ചത്? നോക്കി, എത്ര കൊല്ലമായി മർത്തയെക്കുറിച്ചും മറിയെക്കുറിച്ചും പഠിക്കാൻ തുടങ്ങിയിട്ടല്ലേ. എന്താ മർത്തയും മറിയും? ലാസറിന്റെ പെങ്ങന്മാരല്ലേ, ഇയാൾക്ക് ഒരു വിവരമില്ലല്ലോ എന്നാ പറയുന്നത്. ലാസറിന്റെ സഹോദരിമാര് മാത്രമല്ല മർത്തയും മറിയും, പിന്നെ എന്താ? എക്കാലത്ത് എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിലെ 2 സ്വഭാവങ്ങൾ ആരൊക്കെ? പല പല കാര്യങ്ങളെ കുറിച്ചുള്ള വ്യാകുലം, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ആണ് ആര്? അതെങ്ങനെയാണ്? ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ആണ് മാർത്ത. കോൺസെൻട്രേഷൻ ആണ് നമ്മളിപ്പോൾ ആരുടെ ആളാ? കുട്ടികളെ വഴക്ക് പറയാം, അവനൊരു ശ്രദ്ധയുമില്ല, അവക്കൊരു ശ്രദ്ധയുമില്ല പഠനത്തിൽ. നമുക്ക് വല്ല ശ്രദ്ധയുണ്ടോ എന്തെങ്കിലും കാര്യത്തിൽ? പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. അറിയാതെ അടുത്തവർ തമ്മിൽ അകന്നു പോകുന്ന ഒരു സങ്കടമാണ് വർത്തമാനകാല ജീവിതത്തിൽ. ഞാൻ ഇത്രയും ശക്തമായി ഇതിനെക്കുറിച്ച് പറയാൻ കാരണം, കഴിഞ്ഞ ഒരു 15-16 ദിവസങ്ങളായി ഒരു 13ഓളം കുട്ടികളുടെ കൗൺസിലിംഗ് ആയി. എല്ലാം +1, +2, 10th ആ ഏജ് ഗ്രൂപ്പിലെയാണ്. കുട്ടികളെ കുറിച്ച് കരയുന്ന മാതാപിതാക്കൾ. മക്കൾ കൗമാരത്തിലെത്തുമ്പോൾ ഉറക്കം മാതാപിതാക്കൾ നഷ്ടപ്പെടുന്നു, മക്കളോ സുഖമായിട്ട് ഉറങ്ങും. എന്താ പറ്റുന്നത് നമുക്ക്? എന്താണ് അടുത്തവർ തമ്മിൽ അകന്നു പോകുന്നത്? എന്തുകൊണ്ടേ നമ്മുടെ ബന്ധങ്ങൾ എന്തേ ഇപ്പോഴും വീഞ്ഞാകാതെ മരവിച്ച പച്ചവെള്ളം പോലെ ആകുന്നത്? ഉത്തരം ഇതിനകത്തുണ്ട്. എന്താ? കനം കുറയണം. എന്താ കനം? ബോഡി വെയിറ്റ് കുറയല്ല, പിന്നെ എന്താ കനം? ഈഗോ എന്ന് പറയും. ഞാനതിന് വിശദീകരിക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. ഒരു മാപ്പ് പറയാൻ ശുഭക്കോനെ. അതാണ് രസകരമാണ് നമ്മുടെ ആരാധന ആ അർത്ഥത്തിൽ പഠിച്ച. എന്താ ശുഭക്കോന? അതെന്താ? നമ്മൾ നിന്നങ്ങ് ചൊല്ലല് കുറേ ട്യൂൺ, സാധാരണക്കാരനെ കൊണ്ട് പാടാൻ പറ്റാത്ത കുറെ പാട്ടും. ചില അച്ഛന്മാര് പാടുപെടുന്ന കാണാം. ഈ പാട്ട് പാടാൻ പെട്ട പാടുകൊണ്ട് മാത്രം. ഞാൻ പറഞ്ഞു വരുന്നത് കുറെ പേര് പാടി നോക്കും, ചിലർ പിന്നെ പാടാതെ നോക്കും. ഞാൻ അതിനൊന്നും വിമർശിക്കുക. എന്റെ ചോദ്യം അതൊക്കെ നടക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അറിയാതെ പോകുന്ന അതിന് ആന്തരികതയുണ്ട്. ശുഭക്കോനം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കേണ്ട കാര്യമാണോ? പള്ളിയിൽ വെച്ച് മാത്രം നടക്കേണ്ട കാര്യമാണോ? എന്നും വീട്ടിൽ നടക്കുന്ന ശുഭക്കോനം. എന്താ വീട്ടിലെ ശുഭക്കോനം? സോറി എടാ എന്ന് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞ ശുഭക്കോനയായി. മോളെ അമ്മയോട് ക്ഷമിക്കടാ, അമ്മ ദേഷ്യം എന്ന് പറഞ്ഞതാ എന്നൊരു അമ്മ പറഞ്ഞത് എന്തായി? അത് വല്ലതും നടക്കണ്ടോ? മുട്ടുകുത്ത.
അറിയാത്ത പാട്ട് പാടി നിറം തെറ്റിയാൽ പ്രശ്നമാണെന്ന് വിചാരിക്കുന്നു. എനിക്കതൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ആന്തരികമായ അടിസ്ഥാനപരമായ അർത്ഥം അറിയാതെ പോവുകയും വേറെ എന്തിൻ്റെ പിന്നാലെ ആണോ അല്ലേ? ഞാൻ പറഞ്ഞു കനം കുറയാന്ന് പറഞ്ഞാൽ ശുഭക്കുവാൻ അത് ഓർപ്പിക്കല. മകനെ മകളെ നീ ഖേദിക്കേണ്ടത് ചെയ്താൽ സോറി പറയാനും താങ്ക് യു പറയാനും ഉള്ള 2 കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടെന്താ? മുറിവ് ഉണക്കണം. ഉണ്ടാവില്ലേ? വീഴുമ്പോഴാണോ? മനുഷ്യന്റെ ബന്ധങ്ങളിൽ മുറിവുണ്ടാവില്ലേ? എന്താ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ? പിണങ്ങാനുള്ള ബന്ധ, വഴക്ക് പിടിക്കാനുള്ള ബന്ധ, മിണ്ടാതിരിക്കാനുള്ള ബന്ധല്ലേ? ഞാൻ എപ്പോഴും പറയും, കല്യാണം കഴിക്കാത്ത അച്ഛന്മാര് വന്നങ്ങ് പ്രസംഗിക്കുക, ക്ലാസ് എടുക്കുക. അസൂയ കൊണ്ട് പറയല്ലോ കേട്ടോ. ക്ഷമിക്കണം, സഹിക്കണം, പൊറുക്കെടുത്ത് നടക്കണം കാര്യമല്ല. ഒരു പരിധിക്ക് അപ്പുറത്ത് പറ്റുമോ? എന്നോട് കഴിഞ്ഞ ആഴ്ച 17 വയസ്സുള്ള മകളെ ചൂണ്ടിക്കാണിച്ച് അമ്മ പറയാ, സാറ് വിചാരിക്കുന്നല്ലേ ഇവളങ്ങ് പൊട്ടിത്തെറിക്കുക അങ്ങോട്ട്, ഇവളങ്ങ് ചിലപ്പോ അങ്ങ് ക്ഷോഭം കൊണ്ട് പൊട്ടിത്തെച്ച പേടി വരില്ല, അടുത്ത വീട്ടുകാർ കേൾക്കും. ഞാൻ പറഞ്ഞ അവളുടെ ക്ഷോഭം, അവളുടെ ദേഷ്യം അവളുടെ വീട്ടിൽ അവളുടെ അമ്മയോടല്ലാതെ വേറെ എവിടെ പ്രകടിപ്പിക്കുക? നിങ്ങളോട് യോജിക്കുന്നോ ഇല്ലയോ? അതിനൊക്കെ ഉള്ള നമ്മുടെ വീട് എന്തിനാ? പിണങ്ങാനും ഇടയ്ക്കൊക്കെ മിണ്ടാതിരിക്കാനും ഇടയ്ക്കൊക്കെ സങ്കടം പറയാനും ഒക്കെ ഉള്ളതാ. പക്ഷെ എന്ത് വേണം? അതൊക്കെ മുറിവുകളാ, പക്ഷെ അത് ഉണങ്ങണം. അവിടെ പ്രശ്നം. നമ്മളെന്ത് ചെയ്യും? ഔഷധമാവുന്നില്ല. മുറിവുകളിൽ, ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകും. പക്ഷേ കനം കുറഞ്ഞാൽ എന്ത് ചെയ്യാം? അത് ഉണക്കാന്നേ. എന്ത് രസാന്നറിയാം നിങ്ങൾ അല്ലേ? അനുഭവം ഇല്ലേ? അങ്ങനെ ഇല്ലേ? ഒന്നും മിണ്ടാതെയൊക്കെ ഇരുന്ന് മിണ്ടാന്നൊരു സുഖമുണ്ട് ഇല്ലേ? ഞാൻ ഇന്നലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ അവനെ കുറിച്ച് അച്ഛനും അമ്മയും ഒരുപാട് സങ്കടം. ഹിന്ദു ഫാമിലിയാണ്. അവൻ എന്താ പറയുക, ഒറ്റ വാർത്തയിൽ പറഞ്ഞ ഒരു മീഡിയ അഡിക്റ്റ് ആണ്. മൊബൈൽ അഡിക്റ്റ്, ഗെയിം, പബ്ജിയോ എന്തോ അതിന്റെ പേര് എനിക്ക് തോന്നും. അതിന് അഡിക്റ്റ് ആയി പോയി പയ്യന. അമ്മയുടെ കൊങ്ങക്കൊക്കെ പിടിക്കാൻ എത്തിയിട്ടുണ്ട് അവൻ. ആള് നോക്കി, 2 പേരെയൊക്കെ ഞാൻ 2 മണിക്കൂർ സംസാരിച്ചു. അവസാനം അവരുടെ കൈയൊക്കെ പിടിപ്പിച്ചു. മാതാപിതാ ഗുരുദേവ് എന്നൊക്കെ പറഞ്ഞു. എടാ അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കടാ എന്നൊക്കെ പറഞ്ഞു. അവൻ അമ്മയ്ക്കൊരു ഉമ്മ കൊടുത്തു. സോറി പറയടാ പറഞ്ഞു. അവൻ സോറി പറഞ്ഞു. ഞാൻ തിരിച്ച് അമ്മയോട് പറഞ്ഞു, അമ്മ ഒരു ഉമ്മ അവനും കൊടുക്കടോ. ആ സ്ത്രീ അവനും ഒരു ഉമ്മ കൊടുത്തു. അച്ഛനും ഉമ്മ കൊടുത്തു. അവനും കരഞ്ഞു, അപ്പനും കരഞ്ഞു, അമ്മയും കരഞ്ഞു. അത്രയും മതി. എത്രയും മതി. അപ്പൊ ഈ അച്ഛൻ എന്നോട് പറയാ, ഇവൻ ഇങ്ങനെയൊക്കെ കരയോ സാർ? നമ്മുടെ കരയും. ആരാ കരയാത്തത്? മനുഷ്യൻ വികാരജീവികളാണ്, ബുദ്ധിജീവികളൊന്നുമല്ല. ഒന്ന് കരഞ്ഞാൽ, ഒന്ന് ചേർത്ത് പിടിച്ചാൽ, ഒരു സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളെ നമുക്കൊക്കെ ഉള്ളൂ. അത് ഓർമ്മപ്പെടുത്താനാണ് എന്ത് നോമ്പില് വെള്ളം വീഞ്ഞാക്കിയ കാര്യം ആരോർപ്പിക്കുന്നത്? ആര്? തമ്പുരാൻ. കാരണം ഈ തമ്പുരാൻ ബന്ധങ്ങളുടെ തമ്പുരാൻ ആരാ? ക്രിസ്തു. എന്തിനാ ക്രിസ്തു ലോകത്തിൽ വന്നത്? പാപികളെ മോചിക്കാൻ. അല്ലാന്ന് ഞാൻ പറയാനില്ല. അതിനേക്കാൾ വലിയ എന്തെല്ലാം കാര്യത്തിന് വന്നതല്ലേ? ബന്ധങ്ങൾക്ക് വേണ്ടി വാദിച്ചയാളാണ്. വചനിപ്പെന്താ? ദൈവത്തിന്റെ പുത്രന് ഭൂമിയിൽ ജീവിക്കാൻ അമ്മയുടെ ഉദരം വേണം. അവിടെ വന്ന് ജനിക്കുക, വാക്ക് വചനമാവുകയാണ്, വചനം ജഡമാവുകയാണ്. ജഡം മനുഷ്യനായി, മനുഷ്യന്റെ സങ്കടങ്ങൾ. ഞാൻ എന്തിനാ ദൈവം മനുഷ്യനാണ്? എന്റെ ഭാഷയിൽ പറഞ്ഞാൽ മുകളിലിരുന്നാൽ മനസ്സിലാകത്തുണ്ടോന്നുമല്ല. പിന്നെന്താ? അടുത്ത് വന്ന് തോളത്ത് കൈയിടുമ്പോ മനസ്സിലാകുന്ന ഒരു മനസ്സിലാക്കേണ്ടത്, അത് വ്യത്യാസമാണ്. ഇതിനാ ആ അമ്മയെ കുരിശിന്റെ ചുവട്ടിൽ വെച്ച് ഓർത്തയാളായി തമ്പുരാൻ. ദുഃഖവെള്ളിയാഴ്ച മറന്നു പോകുന്നത്. ദുഃഖവെള്ളിയാഴ്ച ഓർക്കേണ്ടത് വേദനയുടെ നടുവിലും അമ്മയുടെ കാര്യം ദൈവം നോക്കുമെന്ന് പറഞ്ഞ ആളല്ല. ആര്? ക്രിസ്തു. തനിക്ക് ഏറ്റവും നെഞ്ചോട് ചേർത്ത് പിടിച്ച യോഹന്നാനെ നോക്കി, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ ഒരു മകനാണ്. 72 പേരെ തിരഞ്ഞെടുത്തയക്കും. മക്കളെ ഒറ്റയ്ക്ക് പോകേണ്ട, ബോറടിക്കും, ഈരണ്ടായി പോകാൻ പറഞ്ഞ ആളാണ്. 3 വർഷത്തെ ഔദ്യോഗികം എന്നൊക്കെ വേണമെങ്കിൽ പറയാം പരിശുശ്രൂഷയെ ജീവിതത്തിന്റെ തിരക്കിൽ പോലും ലാസറിന്റെ കല്ലറയിൽ പോയി ഇന്ന് മനുഷ്യനെ പോലെ കരയാൻ മനസ്സ് കാണിച്ചവനാ തമ്പുരാൻ. അത് മാത്രമാണ്. ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സ്ത്രീ ഇങ്ങനെ തടഞ്ഞു നിർത്തുകയാണ്. മഗ്ദലക്കാരത്തി മറിയ. എന്താ സ്ത്രീയെ നീ കരയുന്നത്? അതിന് നേരം ഉണ്ടായി. മഗ്ദലക്കാരത്തി മറിയയുടെ കണ്ണിലെ കണ്ണീർ, ലാസറിന്റെ സഹോദരിമാരുടെ കണ്ണിലെ കണ്ണീർ. ക്രിസ്തുവിന് സമയമുണ്ടായിരുന്നു എല്ലാത്തിനും. ഞാൻ പറഞ്ഞത് ബന്ധങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു തമ്പുരാൻ. ആദ്യ അടയാളം ബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു ദിനത്തിലല്ലാതെ മറ്റെവിടെയാണ് ചെയ്യേണ്ടത്? അങ്ങനെയെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ ജീവിതത്തിൽ തിക്കിൽ തിരക്കിൽ മരവിച്ചു പോയെങ്കിൽ അതിനെ എങ്ങനെ വീഞ്ഞാക്കാം?
അതിനുള്ള ടിപ്സ് ഉണ്ട് രണ്ടാമത്തെ ആഴ്ചയിലെ വേദവായന ഭാഗത്തിനകത്ത്. എന്താ രണ്ടാമത്തെ ആഴ്ച വായിക്കുന്ന വേദവായന ഭാഗം എന്താ? കുഷ്ഠരോഗിക്ക് സൗഖ്യം. ചില ആൾക്കാരുടെ മുഖഭാവം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണ് ഇയാൾ ഈ പറയണേ, അല്ലേ? ഏറിയ പ്രസംഗം കേട്ടിട്ട് ഇയാൾ എന്തോ ജീവിയാന്നുള്ള മട്ടിലൊക്കെ ഇരിക്കുന്നതിൻ്റെ ആൾക്കാർ എൻ്റെ വിചാരം. നിങ്ങൾ വിചാരിച്ച ഒരു പ്രസംഗം എന്താ? സ്വർഗത്തേക്കിൽ പോണ വഴിയെ കുറിച്ചാണോ ഉദ്ദേശം? അല്ലേ? നമ്മുടെ എല്ലാം അങ്ങനെ. പണ്ടൊരു അച്ഛൻ പ്രസംഗിക്കാൻ പോയി. അപ്പൊ ഈ പള്ളിയിലേക്കുള്ള വഴി ശരിക്കറിയാം. പോണ വഴിക്ക് ഞാൻ ഇന്ന് ചോദിച്ചു വന്ന പോലെ ഒരു നല്ല മിടുക്കം പോയി, മോനെ പള്ളിയിലേക്കുള്ള വഴി അങ്ങോട്ടോടാ. ഇവമല്ല മിടുക്കം പയ്യനെ ചോദിച്ചു, അച്ഛനെങ്ങോട്ടാ? എടാ ഞാൻ പള്ളിയിലേക്കടാ. എന്തിനാച്ചാ പള്ളിയിൽ പോകുന്നത്? പ്രസംഗിക്കാനാടാ. ഇവൻ വിടുന്നില്ല. എന്താച്ചാ പ്രസംഗ വിഷയം? സ്വർഗത്തിലേക്കുള്ള വഴിയാ. ഒറ്റ ചിരിയാ. പിന്നെ പള്ളിയിലേക്കുള്ള വഴി അറിയാത്ത അച്ഛനെ ഇനിയിപ്പോ സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു വിടും. ഞാൻ പറഞ്ഞത്, വിശുദ്ധ നോമ്പനുഷ്ഠിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, സ്വർഗത്തിലേക്ക് പോകാനുള്ള പ്രവേശന കവാടം തുറക്കൽ മാത്രമല്ല വിശുദ്ധ നോമ്പ്. പിന്നെയോ സ്വന്തം ജീവിത പങ്കാളിയുടെ, മാതാപിതാക്കളുടെ, മക്കളുടെ കണ്ണിൽ സ്വർഗം കാണാൻ കഴിയാത്ത ഒരാൾക്കും മറ്റു സ്വർഗം ഇല്ല. അത് തിരിച്ചറിയാം. നമുക്കതാ തൊട്ടടുത്തിരിക്കുന്ന വർഷങ്ങളോട് കൂടെ ജീവിച്ച സ്വന്തം സഖിയുടെ കണ്ണിലെ സങ്കടം മനസ്സിലായിട്ടില്ല. 17 വയസ്സുകാരിയുടെ പ്രശ്നം എന്താണെന്ന് 40 വയസ്സുള്ള പപ്പയ്ക്ക് മനസ്സിലായിട്ടില്ല. 85 വയസ്സുള്ള അമ്മച്ചിക്ക് എന്താ വേണ്ടതെന്ന് 50 വയസ്സുള്ള മകന് മനസ്സിലായിട്ടില്ല. നിങ്ങൾ യോജിക്കുന്നോ ഇല്ലയോ എന്നോട്? യോജിക്കുന്നു. ഇനി അതിനെന്താ മാർഗം എന്നാ? രണ്ടാമത്തെ ആഴ്ചയിൽ ഈ തമ്പുരാൻ ഒരു കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്ത സൗഖ്യദായക ശുശ്രൂഷയാണ് വിശുദ്ധനായ ലൂക്കോസിങ്ങിന്റെ ചിത്രം പോലെ വരച്ചു വെച്ചത്. എന്താണത്? ദേഹം മുഴുവനും കുഷ്ഠം നിറഞ്ഞ രോഗി ക്രിസ്തുവിന്റെ അടുക്കൽ ചെന്ന്, കർത്താവേ ദാവീദ് പുത്ര, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ തൊട്ട് സൗഖ്യമാക്കാൻ കഴിയും. പിന്നെയാണ് കവിതയാകുന്നത് വചനം. എന്താണ്? ക്രിസ്തു പറയാ, എനിക്ക് അവൻ കൈനീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്. 2000 വർഷങ്ങൾക്കപ്പുറത്ത് കുഷ്ഠം ബാധിച്ച മനുഷ്യന് സൗഖ്യം കൊടുത്തൊരു വേദവായന ഭാഗം വായിക്കുമ്പോ 2019 അത് വായിക്കുന്നതിന്റെ സാങ്കത്യം എന്താ? അതെന്റെ ചോദ്യം. പിന്നെ നമ്മുടെ പ്രശ്നം, ജീസസ് സിനിമ കണ്ടിട്ടുണ്ടല്ലേ പഴയ കാലത്ത്? ഓ, കർത്താവ് വരുന്നു, തൊടുന്നു, ഇയാളുടെ മേത്തുനിന്ന് സാധനമൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്നു, ഹല്ലേലൂയ. ഇതാ പരിപാടി. ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പോയിട്ട് പ്രാർത്ഥിക്കുക, കർത്താവിനെ തൊട്ടല്ലോ, കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയല്ലോ, അതുപോലെ തൊട്, പിടി. എന്ത് കഷ്ടമാണെന്നാലോചിച്ചു. ഞാനൊരു വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പോയപ്പോ ഒരു അമ്മാമ്മ പ്രാർത്ഥിക്കുക. പിന്നെ ഞാൻ ഈ അമ്മാമാരോട് പ്രാർത്ഥിപ്പിക്കാറില്ല, കാരണം തിരിച്ച് മയക്ക് കിട്ടാൻ വലിയ പാടാ, തീരൂല. കുട്ടി തേങ്ങയിടുന്ന ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം, പിന്നെ ഹല്ലേലൂയ, കർത്താവിന്റെ അത്ഭുതങ്ങളൊക്കെ ഒന്ന് പറയും. പിന്നെ അന്റാർട്ടിക്കയില്, കുവൈറ്റില്, പശ്ചിമ ബംഗാളൊക്കെ പോയിട്ടാ തിരിച്ചു വരും. അപ്പോഴത്തേക്കും പിന്നെ നമുക്കൊന്നും പറയാൻ നേരം ഉണ്ടാവില്ല. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മറന്നു പോണൊരു കാര്യമുണ്ട്. എന്താ അത്? അങ്ങനെ അവസാനം ഇവർ പറയും, ദൈവമായ കർത്താവ് നിനക്കറിയാമല്ലോ, 85 വയസ്സുള്ള അവരുടെ അമ്മായിയമ്മ അസുഖമായിട്ട് കിടക്കുക, തൊട്ട് സൗഖ്യമാക്കണം. ഞാൻ മനസ്സിൽ പറഞ്ഞു, ഇവര് തൊട്ടാൽ അവർക്ക് സൗഖ്യം കിട്ടും. ആര് തൊട്ടാല്? അതിലേക്കാ വരുന്നത്. എന്ത് ഈ സ്പർശിച്ചു കൊടുത്ത സൗഖ്യം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ വർത്തമാനകാല അർത്ഥം? കുഷ്ഠരോഗി എന്ന് പറയുന്ന വ്യക്തിക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ അടയാളം എഴുതുന്ന കാലത്ത് 2 പ്രശ്നമാണുള്ളത്. എന്തൊക്കെയാ? ഒന്ന്, അയാൾ തിരസ്കൃതനാണ് എന്ന് പറഞ്ഞാൽ എന്താ? വലിയ വലിയ വാക്കൊന്നും വേണ്ട, ഏറ്റവും അടുത്തവരിൽ നിന്ന് പോലും ഒരു നിശ്ചിത അകലം പാലിക്കാൻ വിധിക്കപ്പെട്ടവനാണ് ആര്? കുഷ്ഠരോഗി. രണ്ടാമത്തെ പ്രശ്നം, കുഷ്ഠരോഗിക്ക് സംവേദനക്ഷമതയില്ല. എന്താ? കപ്പാസിറ്റി ടു ഫീൽ ഇല്ല, വേദനയൊന്നും മനസ്സിലാവില്ല. എന്റെ ചോദ്യം, 2019 നമ്മുടെ പള്ളികളിൽ, നമ്മുടെ സമൂഹത്തിൽ കുഷ്ഠരോഗികളുണ്ടോ? ശാരീരികമായി കുഷ്ഠുള്ളവരില്ലല്ലോ, പിന്നെ എന്തിനത് വായിക്കണേ? ഉടനെ പാപത്തിന്റെ കുഷ്ഠം, മാനസിക കുഷ്ഠം എന്നൊക്കെ പറയും. നമുക്ക് കുറച്ച് ലളിതമായി ചിന്തിച്ചു നോക്കി. കുഷ്ഠം ബാധിച്ച് എന്നെ തൊടാൻ ആരുമില്ലെന്ന് കരുതിയ, ആരുടെ അടുത്ത് കൂടെ സഞ്ചരിക്കാൻ അവകാശമില്ലാത്ത വിധിയുടെ ബലിമൃഗമായി നടന്ന ഒരു മനുഷ്യനെ 4 ആൾ കാണെ ക്രിസ്തു കൈനീട്ടി അവന്റെ ശിരസിന് ഇങ്ങനെ സ്പർശിച്ചപ്പോൾ അവന് തോന്നി എന്നെ തൊടാനും ആളുണ്ട്, എന്നെയും ആർക്കൊക്കെയോ വേണം. ആ തോന്നലാണ് അവന്റെ സൗഖ്യം. പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? എല്ലാ സൗഖ്യം, ക്യൂറിങ് ആൻഡ് ഹീലിംഗ് പറയും. സമയക്കുറവാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഇത്ര നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ സൗഖ്യവും നൽകേണ്ടത് ദൈവമല്ല. ആണോ? അല്ല. ഞാൻ തൊട്ടാൽ മാത്രം എന്റെ മകന് കിട്ടുന്ന സൗഖ്യമുണ്ട്.
ഞാൻ തൊട്ടാൽ മാത്രം എൻ്റെ അമ്മയ്ക്ക് കിട്ടുന്ന സൗഖ്യമുണ്ട്. ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ അടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ വാക്കുകൊണ്ടും സ്പർശനവും കൊണ്ടും അവർക്ക് കിട്ടുന്ന സൗഖ്യമുണ്ടെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ടാണ് വാക്കുകൊണ്ട് പറഞ്ഞ് സൗഖ്യം കൊടുക്കാമായിരുന്നിട്ടും ക്രിസ്തു കൈനീട്ടി നെറുകയിൽ തൊട്ടു. നമുക്കറിയാം ബന്ധങ്ങൾ എന്താണ് അകന്നു പോകുന്നത്, ബന്ധങ്ങളെ എന്താണ് ചേർത്ത് നിർത്തുന്നത്, എന്താണ് സ്നേഹം. അറിയാം. സ്നേഹത്തെക്കുറിച്ച് പാടാനും പറയാനും എഴുതാനും അറിയാം. പക്ഷേ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഇത് കൊടുക്കാനും അറിയില്ല, വാങ്ങാനും അറിയില്ല. 4 കാലും വാലുമുള്ള ജീവിക്ക് നാളികേരം കിട്ടിയതുപോലെ സംഗതി അകത്തുണ്ട്. ഏത് മക്കളോട് സ്നേഹമില്ലാത്ത ഏതെങ്കിലും മാതാപിതാക്കളുണ്ടോ? മിണ്ടണില്ലല്ലോ. ഭാര്യയോട് സ്നേഹമില്ലാത്ത ഭർത്താവോ തിരിച്ച് സ്നേഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പക്ഷെ സംഗതി കൊടുത്തു വരുമ്പോ വാങ്ങുന്നവർക്ക് സാധനം അതാണോ സംശയം വരിക. യോജിക്കുന്നോ ഇല്ലയോ നിങ്ങള്? സംഗതി ഇല്ലാത്തല്ല കുഴപ്പം, ഇത് കൊടുക്കുമ്പോ വാങ്ങുന്നവർക്ക് തോന്നണ്ടേ സ്നേഹം. ഞാൻ പറയാം എൻ്റെ മക്കളോട്, മക്കളെ അച്ഛനും നിങ്ങൾ സ്നേഹമാണേ. പിന്നെ ആർക്കൂടി തോന്നണ്ടേ? ഇല്ലായ്മയല്ല, ഇത് കൊടുക്കാൻ അറിയാത്തത്. എങ്ങനെയാ കൊടുക്കേണ്ടത് നമ്മളെ പഠിപ്പിക്കുക. എങ്ങനെയാ കൊടുക്കേണ്ടത്? സ്നേഹത്തിന് 3 മുഖങ്ങളുണ്ട്. ലവ് ഹാസ് 3 ഫേസസ് പറയും. ലവ് ഈസ് ടച്ച്. സ്നേഹം എന്ന് പറഞ്ഞ സ്പർശനമാണ്. തമ്പുരാൻ പഠിപ്പിക്കുക, നെറുകയിൽ തൊടുക, സ്പർശിച്ചാൽ സൗഖ്യം കിട്ടും. സ്പർശനത്തിന് 3 തലമുണ്ട്. എന്തൊക്കെയാ? ചുംബനം, ആലിംഗനം, കരസ്പർശം. ഒരു മകന്റെ, ഒരു കൊച്ചുമകന്റെ ചുംബനം കൊണ്ട് മാത്രം ഒരമ്മയ്ക്ക് സൗഖ്യം കിട്ടും. അമ്മ കൊടുക്കുന്ന നെറുകയിലെ വാത്സല്യത്തിന്റെ ചുംബനം കൊണ്ട് ഒരു കുഞ്ഞിന് സൗഖ്യം കിട്ടും. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത് ജീവിക്കുന്നവർക്ക് സ്നേഹമെന്ന് പറയുന്ന വികാരം സ്പർശനത്തിലൂടെ, ഈ ചുംബനത്തിലൂടെ പകരാൻ നമുക്കറിയില്ല. അറിയോ? ചുംബനം എന്നൊക്കെ പറയുമ്പോൾ തെറ്റിയിരിക്കരുത് കേട്ടോ. ഞാനൊരു കാര്യം പറയും, ഏതാ? ആ ഉമ്മ മാത്രമല്ല, എല്ലാ ഉമ്മയും കേട്ടോ. വിശുദ്ധ കുർബാനയിൽ നമ്മളൊരു വാക്യപ്രതിവാക്യമുണ്ട്. എന്താ അത്? ഇന്നും പറഞ്ഞില്ലേ? എന്താ അത്? അതുകൊണ്ട് ഓരോരുത്തനും, ബാക്കി പറ, അടുത്തവന് ദിവ്യവും പരിശുദ്ധവുമായ ചുംബനത്താൽ തമ്മിൽ സമാധാനം കൊടുക്കുക. നമ്മളെന്താ കൊടുത്തിരുന്നിട്ട്? ഉമ്മ കൊടുത്തോ? ഉമ്മ കൊടുക്കാനല്ലേ പറഞ്ഞത്? നമ്മളെന്താ കൊടുത്തത്? പരിശുദ്ധ ദിവ്യമായ ചുംബനത്താൽ സമാധാനം കൊടുക്കാനാണ്. തീർന്നു. അതുപോലെ ഇപ്പൊ അത്രയെങ്കിലും ഉള്ളൂ. ഈ പിള്ളേരൊക്കെ വലുതാകുമ്പോ അതും ഉണ്ടാവില്ല. ഇത് അകത്ത് വായിക്കും, ഹായ് ബായ് എന്നൊക്കെ പറയും. പക്ഷേ വലിയ ആന്തരികമായ അർത്ഥം അതിനകത്തുണ്ട്. എന്താ അത്? 2 വ്യക്തികൾ അവരുടെ കയ്യിൽ വിരകളിൽ ഇങ്ങനെ സ്നേഹപൂർവ്വം ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ അത് എന്താകും? ചുംബനമാകും. നോക്കി, നമ്മുടെ വീടിനകത്ത് ഒരുപാട് മക്കൾ, വഴിതെറ്റിപ്പോകുന്ന മക്കളെ കുറിച്ച് ഒരുപാട് മാതാപിതാക്കൾ കരയുമ്പോൾ, ആകുലപ്പെടുമ്പോൾ ഞാനും നിങ്ങൾ തിരിച്ചറിയണം, ഒരു ഉമ്മ കൊണ്ട് ഈ മക്കളെ ചേർത്തെടുത്താൻ പറ്റും. ഒരു 4 കൊല്ലം മറക്കാത്തൊരു കൗൺസിലിംഗ് എക്സ്പീരിയൻസാണ്. ഹയർ സെക്കൻഡറി ടീച്ചേഴ്സാണ് അപ്പനും അമ്മയും. ഞാൻ അങ്ങോട്ട് നോക്കണോ? കഴിഞ്ഞോ? തിരിച്ചു വരാമോ? വരാം. അപ്പോ ഏകദേശം ഒരു 19 വയസ്സ് പ്രായമുള്ള മകളെ കുറിച്ച് പപ്പ പറയാ, ഇവ പൂര സ്നേഹമില്ലാത്ത ആളെ ഇവിടെ. ഞാൻ എന്തോ കാരണം? ഇന്നാളെ എനിക്കൊരു നെഞ്ചുവേദന കലശലായി. ഞാൻ ഇവിടെ മാത്രം വീട്ടിൽ നമ്മുടെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ടാടിയത് മോളോട് പറഞ്ഞിട്ട്, സാർ 35 മിനിറ്റായി അവൾ ചൂടുവെള്ളം കൊണ്ടുവന്നപ്പോഴേക്കും ഒരു മരവിച്ചിരിക്കുക അവൾ. ഞാൻ സാർ ഹയർ സെക്കൻഡറി അധ്യയനം. ഞാൻ സാറേ, ഈ മോക്കൊരു ഉമ്മ കൊടുത്തിട്ട് എത്ര കാലമായി? പുള്ളി അരുതാത്ത എന്തോ കേട്ടവനെ, ഇത്രയും വലിയ പെൺകൊച്ചിന് അപ്പൻ ഉമ്മ കൊടുക്കാൻ പാടുണ്ടോന്ന്. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ, ഈ ഉണക്കമരത്തോട് ഇങ്ങനെയാണെങ്കിൽ അടുത്ത് പച്ചമരം ഇരിപ്പുണ്ട്, ആരാ? അതിൻ്റെ സ്ഥിതി എന്താണ്? വളരെ നിങ്ങൾ പെട്ടെന്ന് സ്ട്രൈക്കാൻ ഒരു കാര്യം പറയാം. സ്വന്തമായ അമ്മായി അമ്മയുള്ള മരുമക്കളീ കൂട്ടത്തിലില്ലേ? ഉണ്ടോ? കൈ ഇത് കാണാൻ വേണ്ടി ഉണ്ടോന്ന് അറിയാൻ? ഉണ്ടോ? മനസ്സിലാവാത്തതല്ല കൈ വെക്കാത്ത. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഭർത്താവിന് ജീവിച്ചിരിക്കുന്ന അമ്മയുണ്ടെങ്കിൽ അതിന്റെ പേരാണ് എന്ത്? ചില മുണ്ട് മുണ്ടുകൂടി അർത്ഥം വ്യത്യാസമായിരിക്കും. ഇനി അടുത്ത ചോദ്യം, ഈ സ്വന്തം കൈവശമുള്ള അമ്മായിയമ്മയ്ക്ക് ഒരു 3 മാസത്തിനിടയിൽ ഉമ്മ കൊടുത്ത് എത്ര മരുമക്കളുണ്ട്? അച്ഛൻ മഹാഭാഗ്യമാണ്. ഇത്രയും അനുസരണമുള്ള ആടുകളുടെ ഇടയനായിരിക്കാൻ പറ്റുന്നത് മോശപ്പെട്ട കാര്യമാണ്.
എൻ്റെ ചോദ്യം എല്ലാ ബന്ധങ്ങളിലും ഇതിങ്ങനെ പറഞ്ഞു അതുകൊണ്ട് അമ്മായിയപ്പനും അമ്മായിയമ്മയും മരുമകനും അമ്മായിയമ്മയും മരുമകനും അമ്മായിയപ്പനും ബന്ധമില്ല എന്നൊന്നും അർത്ഥമില്ല. ഇത് കൊടുക്കാതെ എന്തുകൊണ്ടാ? ഇല്ലാത്തതുകൊണ്ടാ? അവർക്ക് വേണ്ടാത്തതുകൊണ്ടാ? ഒന്നുമല്ല, കൊടുക്കും. ഓർത്തഡോക്സുകാരൻ ഇത് കൊടുക്കുക, ഒറ്റ കണ്ടീഷൻ ഉണ്ട്. എപ്പോഴത് കൊടുക്കുക? ഇനി കൊടുക്കണമെങ്കിൽ അമ്മായിയമ്മ മരിക്കുകയും മൃതശരീരം വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് വികാരിയച്ഛൻ പറയും, ഇനി അന്ത്യചുംബനം കൊടുക്കാനുള്ളവർക്ക് കൊടുക്കണം. ലോകത്തിൽ ഉമ്മ കൊടുക്കാൻ ക്യൂ നിൽക്കുന്ന ഒരേ ഒരു വിഭാഗം നമ്മളാ. കൊടുപ്പാ. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കൊടുക്കുന്നവർക്ക് പ്രയോജനമുണ്ടോ? വാങ്ങുന്നവർക്ക് പ്രയോജനമുണ്ടോ? ആകെ ഫോട്ടോഗ്രാഫർക്ക് മാത്രം പ്രയോജനം. ഞാനും 10-15 കൊടുത്തു നോക്കിയിട്ടുണ്ട്. ഒരു ചുമ്മാ ഒരു ജാതി മരത്തിന്റെ മുകളിൽ ഉമ്മ വെക്കണ പോലെയാണ്. ഒരു സുഖമില്ല. എപ്പോഴാണ് കൊടുക്കണ്ടേ? ജീവനില്ല. ഞാൻ ഇപ്പോഴും എങ്ങനെ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വീടിൻ്റെ അകത്ത് വാർദ്ധക്യം എന്താ പറയുക, വലിച്ചെറിയപ്പെടുകയാണ്. ഒരു കൊച്ചുമകന്റെയും മകളുടെയൊക്കെ ഉമ്മ ഒരു ആലിംഗനം ആഗ്രഹിക്കാത്ത ആരാളുള്ളത്? 2 സ്പർശനത്തിലൂടെ സൗഖ്യം എന്ന് പറഞ്ഞാൽ ആലിംഗനം എന്ന് പറയും. എന്തിനാ നീണ്ട കൈകെട്ടുന്ന ദൈവം നമ്മൾ ഭൂമിയിലേക്ക് അയച്ചത്? എന്തിനാ? ജുബിട്ട് നടക്കാനാ? പിന്നെന്തിനാ? നമ്മുടെ കൂടെ ജീവിക്കുന്ന മക്കൾക്ക്, കൊച്ചുമക്കൾക്ക്, മാതാപിതാക്കൾക്ക്, ജീവിത പങ്കാളികൾക്ക് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഈ നീണ്ട കൈകൾ. നമ്മുടെ സ്ഥിതി എന്താ? വല്ലതും ഉണ്ടോ? ഞാൻ എപ്പോഴും വിചാരിക്കും, മനുഷ്യന്റെ ബന്ധങ്ങൾ അകന്നു പോയെങ്കിൽ അടുപ്പിക്കാനുള്ള മാർഗം സങ്കടങ്ങൾ ഓർക്കലാണ്. പിടികിട്ടണോ നിങ്ങൾക്ക്? ഒരു 10 വർഷം മുമ്പ് ഒരു 70 വയസ്സ് പ്രായമുള്ള ഗൃഹനാഥനും 65 വയസ്സ് പ്രായമുള്ള ഗൃഹനാഥയും കൂടെ എൻ്റെ അടുത്ത്, എനിക്ക് വർഷങ്ങളെ അറിയുന്ന ഫാമിലിയാണ്. പുള്ളി വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ട് തുറന്നങ്ങ് പറയാടോ. വലിയ സ്നേഹത്തിലാണ് ഞങ്ങൾ. എന്നോട് പറഞ്ഞു, 3 മക്കളാണ്, 3 പേരും വിവാഹിതരാണ്, പുറത്താണ്, ഇവർ മാത്രമേ വീട്ടിലുള്ളൂ. ഇപ്പൊ ഞാൻ അവളും ഇന്ത്യയും പാകിസ്ഥാനും പോലെ എന്താണെന്നറിയില്ല, എപ്പോഴും വഴക്കൊരു സുഖവും. പ്രാർത്ഥിക്കാനിരുന്നാൽ പോലും വഴക്കാം. ഞാൻ അന്ന് ഒരു 10-15 വർഷം മുമ്പാണ് ഞാൻ ദൈവം ഇത്രയും പ്രായമുള്ള ഇവരോട് എന്തോ ഈ പറഞ്ഞു കൊടുക്കണേ. അവസാനം ഞാൻ അച്ഛ അവർ പണി ചെയ്യും. പ്രാർത്ഥനയൊക്കെ ഉണ്ട്. പ്രാർത്ഥന കഴിയുമ്പോൾ പണി ചെയ്യും. അമ്മമ്മയുടെ കൈക്ക് പിടിക്കും, ചുമ്മാ കണ്ണിലിങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് കുവൈറ്റിൽ പോയി പൈസ ഉണ്ടാക്കിയതിന് മുമ്പ് ബോംബെയിൽ പോയി കഷ്ടപ്പെട്ട് ഒറ്റ മുറിയുടെ ഫ്ലാറ്റിൽ ഒരു മുറിയിൽ കിടന്നൊരു രംഗമുണ്ട്. അതൊക്കെ അവരെന്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓർക്ക്. ജോലിയില്ലാത്ത കാലം, ബോംബെയിലൂടെ അലഞ്ഞ കാലം, അപ്പോഴത്തെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നോക്ക്. ഒരു 10-20 ദിവസം കഴിഞ്ഞ പുള്ളിനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ അജി ഇപ്പൊ കൈ പിടിച്ചിട്ട് വിടാൻ തോന്നുന്നില്ലടാ, ഞങ്ങളിങ്ങനെ പിടിച്ചു നോക്കിയിരിക്കുക. പ്രായമുള്ളവർക്ക് മനസ്സിലാവണ്ടോ? 70 കഴിഞ്ഞ എല്ലാ അപ്പച്ചന്മാർ അമ്മച്ചോടും പറയാ, പ്രായം പ്രശ്നമല്ല, ചുമ്മാ കൈക്ക് പിടിക്കുക. എന്നിട്ട് ഓർക്കുക പഴയ കാലം, സങ്കടങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്താൽ സ്നേഹം വരില്ലേ? ഞാൻ അതാരോടാ പറയുന്നത്? ഇതങ്ങനെയാണ്. എല്ലാ സ്നേഹവും അങ്ങനെയാണ്. ഇല്ലായ്മകൾ ഓർക്കലാണ്. നമ്മുടെ കാവൽ പിതാവായ തോമസ് ലീഗ, സെന്റ് തോമസിന് എപ്പോഴാ ക്രിസ്തുവിനെ മനസ്സിലായത്? കൂടെ നടന്നപ്പോഴല്ല, പിന്നെയോ വിലാപ്പുറത്ത് മുറിവിൽ തൊട്ട് പറഞ്ഞു, ഇതെന്റെ ദൈവവും എന്റെ കർത്താവും. മുറിവിൽ തൊടണം. അമ്മ ആരാണെന്ന് മകൻ അറിയണത് സിസേറിയൻ ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കണം. മോൻ ഈ പാടി തൊടാന്ന് കാണിക്കണം, വേണ്ടേ? ജീവിതത്തിൽ കനലിന്റെ വഴികൾ, സങ്കടങ്ങളുടെ വഴികൾ നീന്തിക്കടന്ന രംഗം നിങ്ങൾ ഒരിക്കൽ കൂടി ഓർത്തെടുക്കുമ്പോഴാണ് സ്നേഹം ഉണ്ടാവുക. അപ്പോഴാണ് എന്ത് ചെയ്യുക? കെട്ടിപ്പിടിക്കാൻ തോന്നുന്നത്. എന്താ കെട്ടിപ്പിടിക്കാന്ന് പറയുന്ന അർത്ഥം? ഞാൻ നിനക്കൊണ്ടെന്ന് സങ്കടത്തിൽ, രോഗത്തിൽ, പ്രശ്നത്തിൽ. 2 അർത്ഥം ഉണ്ട് ഇതിന്. പണ്ടൊരിക്കലും ഒരു ഭാര്യയും ഭർത്താവും നടക്കാൻ പോയി, 2 പേർ റൊമാൻറ്റിക്. അപ്പോ അയാള് ചോദിച്ചു, എടി ഇനിയൊരു ജന്മം കിട്ടിയ മോളെ നിനക്ക് എന്താ ആഗ്രഹം? അവളൊരു കള്ളത്തരം പറഞ്ഞു, ഇനിയൊരു ജന്മം കിട്ടിയാലും എനിക്ക് നിങ്ങളുടെ ഭാര്യയായാൽ മതി. അങ്ങനെ ആഗ്രഹമുള്ള ആരും ഇല്ലാന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പൊ തിരിച്ചു ചോദിച്ചില്ലെങ്കിൽ മോശമല്ലേ? ഇവള് ചോദിച്ചു, അച്ചായനോ? പുള്ളി പറഞ്ഞു, എടി എനിക്കൊരു ജന്മം കിട്ടിയാണ്ടല്ലോ ഒരു നീരാളി ആയാൽ. അയ്യേ, എനിക്കിങ്ങനെ സങ്കടമായി. പ്രണയപൂർവ്വം ഒരു കാര്യം ചോദിച്ച് വൃത്തികെട്ട ജീവിന്റെ പേരാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എടി നീ വിചാരിച്ച പോലെ അല്ല കാര്യം, നീരാളി ആകണം ഞാൻ പറയാൻ കാരണം എനിക്കിപ്പോൾ 2 കയ്യല്ലേ ഉള്ളൂ. നീരാളിക്ക് എത്ര കയ്യാ മോളെ? 8 കയ്യാ. അപ്പോൾ എനിക്ക് 8 കൈ കൊണ്ട് നിന്നെ കെട്ടിപ്പിടിക്കാലോ. അപ്പോൾ ഇവള് പറഞ്ഞു, പിന്നെ ഉള്ള 2 കൈ നേരെ ചെവി ഉപയോഗിക്കാൻ അറിയാത്ത നിങ്ങൾക്ക് 8 കിട്ടിയിട്ടെന്താ കാര്യം? പിടികിട്ടുണ്ടോ? കയ്യിൻ്റെ എണ്ണം കൂട്ടലല്ല, പിന്നെ എന്താ? സങ്കടങ്ങളിൽ കേരളം ഒരു ആത്മഹത്യയുടെ മുനമ്പാവുകയാണ്. ഇത് പരീക്ഷാക്കാലമാണല്ലോ, മക്കൾക്ക് പരീക്ഷയെ പേടി. എന്താ കാരണം?
ഞാൻ പറയും പോയി എഴുതിയിട്ട് വേടാ, തോറ്റാലും ഞാൻ ഉണ്ടെന്ന് പറയല. എന്റെ +2കാരോട് ഞാനതാ പറഞ്ഞത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. ഇവിടെ പറ്റുന്ന പോലൊക്കെ ചെയ്യടാ. നീ ജയിച്ചാലും ഞാൻ നിന്റെ മകനാണ്, തോറ്റാലും ഞാൻ നിന്റെ അപ്പൻ. എന്റെ സ്നേഹത്തിന് കുറവുണ്ടാവുമോ? ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നല്ലേ പറയേണ്ടത്, എപ്പോഴാണ് ഉണ്ടാകേണ്ടത്? എല്ലാത്തിനും A+ കിട്ടുമ്പോഴല്ല പ്രിയപ്പെട്ടവരെ. പിന്നെയോ തോറ്റു പോകുമ്പോൾ കൂടെ ഉണ്ടാകണം, സമ്പത്ത് പോകുമ്പോൾ കൂടെ ഉണ്ടാകണം, അസുഖം വരുമ്പോൾ കൂടെ ഉണ്ടാകണം. ഷുഗർ വരുമ്പോഴത്തേക്കും ഭാര്യ അടുത്ത മുറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യലല്ല. ഈ പ്രായമുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നുണ്ടോ? ഏറ്റവും വലിയ പ്രണയം എന്റെ വിചാരത്തിൽ ഒരു 85 വയസ്സുള്ള അപ്പച്ചൻ 80 വയസ്സുള്ള അമ്മച്ചിയുടെ കൈക്ക് പിടിച്ച് ഒരു പള്ളിയുടെ പടവ് ഇങ്ങനെ കയറി വരുന്നത്, അതിനേക്കാൾ വലിയ പ്രണയം വേറെ എന്താ ഉള്ളത്? ന്യൂ ജനറേഷൻ എന്നോട് യോജിക്കാനോ അറിയുമെന്ന് എനിക്കറിയില്ല. അതാ സ്നേഹം, അതിനാ നീണ്ട കൈകൾ. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു 5-8 വർഷം മുമ്പ് മുംബൈയിൽ വെച്ചാണ് ഒരു 29 വയസ്സുള്ള ഒരു യുവാവ് എന്നോട് പറഞ്ഞതാണ്. മസ്കറ്റിൽ ആണ് ഇവരുടെ ഫാമിലി. +2 വരെ പഠിച്ചത് മസ്കറ്റിലാണ്. +2 കഴിഞ്ഞപ്പോ അപ്പനമ്മ ഇവനെ കോയമ്പത്തൂർ സേലത്തിനടുത്ത് തമിഴ്നാട്ടില് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പറഞ്ഞു വിട്ടു. ഈ ബ്രോയിലർ കോഴിയെ പുറത്തു വിട്ടതുപോലെ ഈ 17 വയസ്സുകാരൻ കിട്ടിയ സ്വാതന്ത്ര്യം അങ്ങോട്ട് ആഘോഷിച്ചു. 4 സം കഴിഞ്ഞപ്പോ 11 പേപ്പർ സപ്ലിയായി, തോറ്റുപോയി. മടിച്ച് ഇവൻ പപ്പയോട്, പപ്പ 11 പോയി. മസ്കറ്റിൽ നിന്ന് പപ്പ പറയണ ഞാനിതാ വരുന്നു. പിറ്റേ ദിവസം രാവിലെ പപ്പ ഹോസ്റ്റലിലെത്തി ഓടനോട് ഒരു ദിവസത്തെ അവധിയെല്ലാം വാങ്ങി നടക്കാൻ പോകും. രാവിലെ ഒരു 8-8:30 മണിയായപ്പോൾ ആ പ്രദേശത്തെ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അവന് ഏറ്റവും ഇഷ്ടമുള്ള ഫിഷ് മോളിയും പാലപ്പവും വാങ്ങിക്കൊടുത്തു. ഇവൻ എന്നോട് പറയാം, എൻ്റെ സാറേ, അറക്കാൻ പോകുന്നതിന് മുമ്പ് ആടിന് പച്ചല കൊടുക്കുന്നത് പോലെ 11 പേപ്പർ തോറ്റ എനിക്ക് ഫിഷ് മോളിയും അപ്പവും വാങ്ങിത്തരുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി. അതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ അവൻ്റെ കൂടെ നടന്നു, കുറേ ദൂരം നടന്നു. ഉച്ചയായി, അപ്പോഴും തോറ്റ കാര്യം ചോദിക്കണേ ഇല്ല. ഉച്ചയായി ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഇവൻ അങ്കലാപ്പായി. ഇതുവരെ തോറ്റ എന്താണെന്ന് ചോദിക്കുന്നില്ല, വഴക്ക് പറയുന്നില്ല, ചിക്കൻ ബിരിയാണി. അത് കഴിഞ്ഞ് പറഞ്ഞോടാ, സിനിമ കണ്ടിട്ട് എത്ര കാലമായി? ഇവരെപ്പോഴും സിനിമയ്ക്ക് പോകണ ആളാ. അന്ന് പറയാം, പപ്പ കുറേ കാലമായി, നമുക്ക് രണ്ടാമൊരു സിനിമ കാണാടാ. അപ്പനും മോനും കൂടി തിയേറ്ററിൽ പോയി മാപ്പിന് കാണാൻ. ഇവൻ എന്നോട് പറഞ്ഞു, 29ാമത്തെ വയസ്സ് പറയാ, ഞാൻ അന്ന് ആ സിനിമ കണ്ടില്ല. തിയേറ്ററിൽ ഇരുന്നപ്പോഴൊക്കെ ഞാൻ ഓർത്തത്, എന്താ എൻ്റെ അപ്പൻ എന്നെ വഴക്ക് പറയാത്തത്? അപ്പൻ എന്താ എന്നെ ചോദ്യം ചെയ്യാത്തത്? അപ്പനൊന്നും ചോദിച്ചില്ല, വഴക്കും പറഞ്ഞില്ല. മാപ്പിനെയും കഴിഞ്ഞ് മസാല ദോശയും വാങ്ങിക്കൊടുത്തിട്ട് വൈകുന്നേരം 6 മണിയായപ്പോൾ ഹോസ്റ്റലിൽ കൊണ്ട് നാക്കുക. ഹോസ്റ്റലിൽ കൊണ്ട് നാക്കി അന്നത്തെ ഫ്ലൈറ്റിലേക്ക് തിരിച്ചു പോകണം. തിരിച്ചു പോകുന്നതിന് മുമ്പ് ഈ അപ്പൻ ഈ മകനെ കെട്ടിപ്പിടിച്ചു എന്നാ പറയണേ. എന്നിട്ട് അവരോട് പറഞ്ഞേടാ, നീ മിടുക്കനാന്ന് പപ്പയ്ക്കറിയാം, മോനെന്താ പറ്റിയത് എനിക്കറിയില്ല. ഇങ്ങനെ 11 പേപ്പറും തോക്കേണ്ട കുട്ടിയല്ല എൻ്റെ കുട്ടി എൻ്റെ വിചാരം. നീ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, തോറ്റാലും ജയിച്ചാലും ഞാൻ നിന്റെ പപ്പ തന്നെയാണ്. എൻ്റെ സ്നേഹത്തിനൊരു കുറവും വരില്ല. കൊടുത്തു ഉമ്മ 2 കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പപ്പ പോകുന്നടാ, പറ്റുന്ന പോലെ ശ്രമിക്കടാ എന്ന് പറഞ്ഞ് പോയി. 29ാമത്തെ വയസ്സിൽ അവൻ ഇൻഫിയിൽ M.Tech കഴിഞ്ഞ് ജോലി ചെയ്യാം. ആ മകൻ എന്നോട് പറഞ്ഞ വാചകമുണ്ട്, സാർ, എൻ്റെ 19ാമത്തെ വയസ്സിൽ എൻ്റെ പപ്പ എന്നെ തോൽപ്പിച്ചു, പിന്നെ ഞാൻ എൻ്റെ പപ്പയെ തോൽപ്പിച്ചിട്ടില്ല. എല്ലാം പിടികിട്ടിയോ നിങ്ങൾക്ക്? എന്ത് പിടികിട്ടി? പിന്നെ ഇവനൊന്നിനും തോറ്റിട്ടില്ല. നമ്മൾ പോയായിരുന്നെങ്കിലോ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ? നിങ്ങളെന്ത് പറയും? ഞാനും വരട്ടെയോ നിന്റെ കൂടെ? 11 പേപ്പർ തോറ്റ കുട്ടിയെ കാണാൻ ഞാനും വരും. മനുഷ്യത്തെ കൂട്ടാതെ പോകാൻ പറ്റുമോ? സമാധാനം ആർക്കാ താല്പര്യമില്ലാത്ത വിഷയം? മനുഷ്യത്തെയും വരും, മനുഷ്യനും കൂടി. ഹോസ്റ്റലിൽ അടുത്ത് വണ്ടി ഇറങ്ങിയാൽ അടുത്ത കലാപരിപാടി എന്തായിരിക്കും? മൂക്കുചീറ്റ്, വളർത്തിയ കഥ, കഷ്ടപ്പെട്ടത്, ഇന്നലകൾ, ചരിത്രം, ഭൂമിശാസ്ത്രം. 1.5 മണിക്കൂർ ഗീതാ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കും. ആര്? മനുഷ്യത്തി. ഈ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയായിരിക്കും. പാവതെല്ലാം കേട്ടിട്ട് വിടൂല. അവർ പറയും, എന്താ മനുഷ്യൻ നിങ്ങൾ ഇങ്ങനെ എന്താ കുന്തം പോലെ നിൽക്കുന്ന, നിങ്ങൾക്കൊന്നും സങ്കടം? നിങ്ങളും പറ. അയാളും പറയും. വഴക്ക് പറയാൻ ആഗ്രഹമില്ലെങ്കിൽ അപ്പന്മാരായ വലിയ ഗതികേടാ. വഴക്ക് പറയാൻ ആഗ്രഹമില്ലെങ്കിലും സ്ത്രീകൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല, ഇത് പറയും. അങ്ങനെ 2 മണിക്കൂർ വഴക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ ജീവിതത്തിൽ എന്ത് പാസ്സാവില്ല? എഞ്ചിനീയറിംഗ് പാസ്സാവില്ല. ഞാൻ പറഞ്ഞു വന്നത്, നീണ്ട കരങ്ങൾ, സ്നേഹസ്പർശനമാകുന്നത് സങ്കടങ്ങളിലും പരാജയങ്ങളിലും രോഗങ്ങളിലും ഞാനുണ്ടെന്ന് പറയല. ഇനി സ്നേഹത്തിൻ്റെ 2-3 മുഖങ്ങളാണ്. എന്താണ്? ക്രിസ്തു സ്പർശിക്കുക മാത്രമല്ല ചെയ്തത്, പിന്നെ എന്താ ചെയ്തത്? നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ തൊട്ട് ശുദ്ധനാക്കാൻ കഴിയും. എനിക്ക് മനസ്സുണ്ട്. നോക്കി, ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ സ്നേഹം വാക്കായി പുറത്തേക്ക് വരിക. എനിക്ക് മനസ്സുണ്ടടാ.
വാക്കുകൾ സൗഖ്യം നൽകും. സ്നേഹം ടച്ചാണ്, സ്നേഹം ഓഡിറ്ററിയാണ്, സ്നേഹം വിഷനാണ്, സ്നേഹം കാണലാണ്, സ്നേഹം കേൾക്കലാണ്, സ്നേഹം തൊടലാണ്. സ്നേഹം എങ്ങനെയാ കാണുക? സ്നേഹം എങ്ങനെയാ കേൾക്കുക? വാക്കുകളിലൂടെയാണ്. നമ്മുടെ ഗതികേട് നമുക്ക് നമ്മുടെ വീടിൻ്റെ അകത്ത് ഏറ്റവും അടുത്തവരോട് പറയാൻ നല്ല വാക്കുകളില്ലാതെ പോവുകയാണ്. വിശുദ്ധനായ പൗലോസിന്റെ പ്രാർത്ഥനാ നിർഭരമായ വാക്യമുണ്ട്. എന്താണ്? കൊലോസ്യർ 4:6. നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. എന്നിട്ടും എന്തേ നമ്മുടെ വാക്കുകളല്ലാതെ കഴിച്ചു പോകുന്നത്? നോമ്പിന്റെ പ്രാർത്ഥനകളിൽ 20% വാക്കിനെ കുറിച്ചാണ്, വാക്കേൽപ്പിക്കുന്ന മുറിവുകളെ കുറിച്ചാണ്. ആദ്യമായി കണ്ട നഥനയേലിനെ നോക്കി ക്രിസ്തു പറഞ്ഞ വാചകം എന്താ? ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കാപട്യമില്ല. വേർഡ് ഓഫ് അപ്രീസിയേഷൻ. നാളെ വചനിപ്പാണല്ലോ പ്രിയപ്പെട്ടവരെ, കേൾക്കണം. എന്താണ്? സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ദൂതം വരികയാണ്. 12 വയസ്സുള്ള പെൺകുട്ടിയെ കാണുകയും അതിന് പിന്നെ അങ്ങനെയൊക്കെ പഠിക്കണം. എന്താണ്? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. താൻ ആദ്യമായി കണ്ട കൗമാരക്കാരിയായ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ദൂതം പറഞ്ഞു, മോള് നിനക്ക് കൃപയുണ്ടടാ. എന്റെ ഭാഷയിൽ പറയും വേർഡ് ഓഫ് അപ്രീസിയേഷൻ. മോള് പിടിക്കുകയെന്നാ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു. ആരോടെ പറയണേ? മറിയക്കുട്ടിയോട് പറയാ. അതുകൊണ്ടാണ് മറിയക്കുട്ടി നിന്ന് കൊടുത്തത് ഇദ്ദേഹം പറയാനുള്ള മുഴുവനും. നമ്മൾ പോയിരുന്നെങ്കിൽ ടാക്സി വിളിച്ചു പോയ. എന്തേ ജീവിതത്തിൽ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാൻ പറ്റാതെ പോകുന്നത്? നമ്മുടെ കുടുംബ ജീവിതത്തിനകത്ത് വലിയ വലിയ കാര്യങ്ങൾ കൊണ്ടാണോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണോ? ആണോ? ലോകസഭ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി 2 മണ്ഡലത്തിൽ മത്സരിക്കുന്നു. ശരി, ഭർത്താവ് തെറ്റ്, ഭാര്യ. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാറുണ്ടോ? ഉണ്ടോ? പിന്നെ എന്താ അഭിപ്രായ വ്യത്യാസം? നോമ്പ് കാല വൈകുന്നേരം 3 ചപ്പാത്തി ഉണ്ടായി. 2.25 ചപ്പാത്തി നന്നായി. 3ാമത്തെ ചപ്പാത്തിയുടെ മൂല കരിഞ്ഞു. നോമ്പാണ് 2 പേർക്കും. കുമ്പ് 40 ഇട്ടിട്ടുണ്ട്. അച്ചായൻ എന്ത് പറയും? സാരമില്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2.25 ചപ്പാത്തി നന്നായല്ല മോളെ, 3ാമത്തെ മൂല കരിഞ്ഞു, കുഴപ്പമില്ല എന്ന് പറയുമോ? ഒറ്റയാളും ഉണ്ടണില്ല. സൺഡേ സ്കൂൾ ഇൻസ്പെക്ടർ, ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ഒക്കെ ആയിരിക്കും. എന്താടി കരി? നിനക്ക് പണ്ട് മുതലേ കരിയോ ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് പറയും? സമാജത്തിന്റെ സെക്രട്ടറിയാണ്. എന്ത് പറയും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അച്ഛാ, നാളെ മുതൽ കരിയാതെ ഞാൻ നിർമ്മിച്ചെടുക്കാം പറയോ? കഴിച്ചിട്ട് പോ മനുഷ്യ, ചപ്പാത്തി അങ്ങനെ കഴിയുമെന്ന് പറയും. പറയില്ലേ? നിങ്ങളെന്ത് പറയും? ബാക്കി ഞാൻ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. അവസാനം സന്ധ്യയായി, ഉഷസായി, കട്ട പുകയായി. 40 മുമ്പിട്ട് വന്ന സ്ഥിതിയാണ്. കൊച്ചു കാര്യങ്ങളാണ്. എന്തേ ഒരു 4 കറിയൊക്കെ കൂട്ടി വൈകുന്നേരം ഭക്ഷണം കഴിക്കുമ്പോഴേ മുമ്പിൽ വന്ന അവിയിൽ നന്നായി ഒരു വാക്ക് പറഞ്ഞാ പോരെ? പറയൂ? അത് വെച്ചത് 40 മാർക്ക് വാങ്ങി കൊച്ചു വരിക. എവിടെടി ബാക്കി 10? ഈ ചോദിക്കണം മമ്മി 40 പോയിട്ട് 30 വാങ്ങിയിട്ടില്ല, അത് മറന്നുപോയി. വെരി ഗുഡ് എന്ന് പറയുന്നുണ്ട്. നല്ല വാക്കുകൾക്ക് ആർക്കും ആഗ്രഹമില്ലാത്തത്? ഒരു 3-4 വർഷം മുമ്പ് തൃശ്ശൂർ ഒരു പള്ളിയിൽ പ്രസംഗിക്കാൻ പോയി. 2 ദിവസം പ്രസംഗിക്കണം. നിങ്ങൾ വിചാരിക്കണ്ട ഈ പാഹ്യന്റെ പ്രസംഗം 2 ദിവസമൊക്കെ സഹിക്കണേ എന്നുള്ളത്. ആദ്യത്തെ ദിവസം പ്രസംഗം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ 2 അച്ഛന്മാരുണ്ട്, ആ ഗൃഹനാഥനുണ്ട്, ആ ആൻറ്റി ഭക്ഷണം ഇങ്ങനെ നല്ല എന്ത് ടേസ്റ്റി ഭക്ഷണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ആൻറ്റി വളരെ നന്നായിരിക്കുന്നു കേട്ടോ, ഇത്രയും നല്ല ഭക്ഷണം അടുത്ത കാലത്ത് കഴിച്ചിട്ടില്ല. അപ്പൊ എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചു. എന്നിട്ട് അടുത്തിരിക്കുന്ന ഭർത്താവിന് ഒറ്റ നോട്ടാ അവരിങ്ങനെ ഒന്നും മിണ്ടി, ഒന്നും മിണ്ടാതെ മിണ്ടി. എന്തായിരിക്കും മിണ്ടിയത്? എടോ തനിക്ക് എത്ര കൊല്ലായിടോ ഞാൻ വെച്ച് വിളമ്പി തരാൻ തുടങ്ങിയിട്ട്, ഇന്ന് വരെ തൻ്റെ നാവീന്നല്ലേ ഇത് പറയില്ല നമ്മള്. ഇതാണ് കൊച്ചു കാര്യങ്ങളെ ബന്ധങ്ങൾക്ക് നാശം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടല്ലേ പട്ടിരിക്കൽ 25 വർഷക്കാലത്ത് വിവാഹ ജീവിതം കഴിഞ്ഞ് ഭർത്താവ് വിവാഹമോചന കോടതി ചെന്നിട്ട് ജഡ്ജിയോട് പറഞ്ഞു, സാർ എനിക്ക് ഉടനെ വിവാഹമോചനം വേണം. ജഡ്ജി ചോദിച്ചു, എന്താണ് പ്രശ്നം? എൻ്റെ പൊന്ന് സാറെ, കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ അവൾ ഓരോ സാമഗ്രികൾ പെറുക്കി എന്നെ എറിയ. അപ്പൊ ജഡ്ജി ചോദിച്ചടാ, കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഏറ് തുടങ്ങി താൻ പിന്നെ എന്താടാ വരാൻ വൈകിയത്? അപ്പൊ അയാൾ പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, ഇപ്പഴാ അവക്കളെ ഉന്നം ശരിയായി വരുന്നത്. നമ്മുടെയൊക്കെ വീടിന്റെ അകത്ത് നോമ്പിന്റെ ഇടയ്ക്കും ഏറാം. എന്താ ഏറ്? നേരിട്ട് മുഖത്തേക്ക് ഒരു പാത്രം വെച്ച് എറിയണ്ടെന്ന് ഞാൻ പറയണില്ല. എന്നെ കേൾക്കുന്ന എല്ലാ ഗൃഹനാഥന്മാരും ഓർക്കുക, സാധാ ടിപ്പിക്കൽ മലയാളിയുടെ കുടുംബത്തിൽ ഒരു 10 മണിയാകുമ്പോൾ നമ്മൾ ന്യൂസ് ചാനൽ, ഏഷ്യാനെറ്റ്, ഇന്ത്യ വിഷൻ നോക്കി ലോകത്ത് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ന്യൂസിലാണ്. നല്ലോണം ഓഡിയോ കുറച്ച് ശ്രദ്ധിച്ചാൽ അടുക്കളയിൽ ശബ്ദം കേൾക്കാം.
അത് ന്യൂസിന്റെ അല്ല, പിന്നെ എന്താ, പാത്രം കഴുകുന്ന ശബ്ദം. എന്താ അത്? വാഷ് ബേസിനിലേക്ക്, സിങ്കിലേക്ക് പാത്രങ്ങൾ ഇങ്ങനെ, സിങ്കും പാത്രം കൂടി യുദ്ധം. എന്താ, സ്ത്രീകൾക്ക് സിങ്കിനോട് വല്ല വിരോധം ഉണ്ടാകും? പുരുഷന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. സിങ്കിനോട് വിരോധം ഉണ്ടായിട്ടല്ല, ഭാര്യ ഭർത്തൃ ബന്ധം സിങ്കാകാത്തത് കൊണ്ട് സിങ്കിലേക്ക് പാത്രം എറിയാം. നമുക്ക് ടേറാ ഇത് മുഴുവൻ അല്ലേ? ഏത് മക്കളോട് എക്കാലത്ത് ചോദിച്ചാലും മക്കൾ എന്ത് പറയും? ആരാടാ കൂടുതൽ തല്ലുക? ആരാ കൂടുതൽ വഴക്ക് പറയുന്ന? ആരാ? മമ്മി. അത് ഇത് കണ്ടോ, ഇവിടെയല്ല, ലോകത്തെവിടെ മമ്മിമാർ എന്തിനാ മക്കളെ നിങ്ങളെ കൂടുതൽ വഴക്ക് പറയുന്നത്? അടിക്കടി എന്തിനാ? നിങ്ങളോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, പിന്നെ എന്താ കാര്യം? മമ്മിക്ക് പപ്പയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം കിട്ടാതെ വരുമ്പോൾ നിങ്ങൾക്ക് ഇട്ട് പൂശുക. അയാൾക്ക് 2 എണ്ണം കൊടുക്കാൻ പറ്റില്ല, എന്നാ പിന്നെ ഇനി മമ്മി ദേഷ്യപ്പെട്ടാൽ അടിക്കാൻ വന്ന ഒറ്റ പണിയാണ്. എന്ത് ചെയ്യണം? പപ്പ പ്ലീസ്, പപ്പ കുറച്ചുകൂടി അമ്മയെ സ്നേഹിക്കാൻ പറഞ്ഞാൽ മതി. സംഗതി അടി സന്തോഷമായില്ലടോ അല്ലേ? അടി കിട്ടാതിരിക്കണം മാർഗം ഞാൻ പറഞ്ഞ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ മനുഷ്യബന്ധങ്ങൾ അറിയാതെ അകന്നു പോകുന്നത് വലിയ കാര്യങ്ങൾ കൊണ്ടല്ല. 2000 കൊല്ലങ്ങൾക്കപ്പുറത്ത് ഒരു വാക്കുകൊണ്ടും സ്പർശനം കൊണ്ടും ക്രിസ്തു അകന്നുപോയ ഒരു കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവർക്ക് അത്തരത്തിൽ സൗഖ്യം കൊടുക്കാൻ ആകുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് 3-ാമത്തെ ആഴ്ചയിലെ വേദവായന ഭാഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇടയ്ക്ക് ആൾക്കാർ ഈ പാഹ്യൻ ഇനി 6 പറഞ്ഞിട്ടേ വീട്ടിൽ പോവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഞാൻ പഠിച്ചത് കൊണ്ട് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. 3-ാമത്തെ ആഴ്ചയിലെ വേദവായന ഭാഗം എന്താണ്? ഇപ്പം നല്ല മിടുക്കരായാലും എത്ര പെട്ടെന്നാണ് നോക്കി, ഇത്ര പെട്ടെന്ന് ഉത്തരം വരുന്നത്. തളർവാദ രോഗിക്ക് സൗഖ്യം. വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം അധ്യായം 2 വാക്യം 1 മുതൽ 11 വരെ. 4 പേർ ചേർന്ന് ഒരു പക്ഷപാത രോഗിയെ ചുമന്ന് ക്രിസ്തുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നു. ക്രിസ്തുവിന്റെ പാപങ്ങൾ മോചിക്കുന്നു, സൗഖ്യം കൊടുക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് സന്തോഷമായി. പക്ഷെ നമ്മൾ അതിൻ്റെ അകത്ത് പഠിക്കേണ്ട പാഠം മറന്നു പോവുക. എന്താ പാഠം? 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ് എന്നെ സ്പർശിച്ചത്. അത്രയേ ഉള്ളൂ. സൗഖ്യം കിട്ടിക്കഴിഞ്ഞ രോഗിയോട് ക്രിസ്തു പറഞ്ഞൊരു വാക്യം. എന്താ അത്? നീ നിന്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാം. എനിക്കിത് വായിച്ചിട്ട് ഒരുപാട് സംശയം ഉണ്ടായി. അതിൽ നിന്നാണ് ഞാൻ ഉത്തരം കണ്ടുപിടിച്ചത്. എന്താ ആദ്യത്തെ സംശയം? പണ്ട് പോലെ ജനിച്ചപ്പോഴേ സംശയരോഗം എനിക്കുണ്ട്, അതായിരിക്കാം ഇങ്ങനെ. എൻ്റെ സംശയം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് കാലം പക്ഷപാതം പോലെ അസുഖം ബാധിച്ച ഒരു രോഗി ഒരു കിടക്കയിൽ കിടക്കുക. കിടന്നാൽ എന്ത് സംഭവിക്കും? കിടക്കുകയും എന്ത് സംഭവിക്കും? ഒരു പാരലൈസ്ഡ് ആയ ഒരാള് കിടക്കെ കിടന്ന് സംഭവിക്കും. കിടന്ന രോഗിയുടെ വിയർപ്പും വിസർജ്യമൊക്കെ വീണ് ദുർഗന്ധപൂരിതമാവും എന്ത്? ഈ കിടക്ക. എന്നിട്ട് തമ്പുരാൻ പറയാ, മോനെ സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോ നീ എന്ത് ചെയ്യണം? ഈ ചീഞ്ഞു നാറുന്ന കിടക്ക എടുക്കണം. എന്തിനാ? പിന്നെ എന്താ കിടക്ക കൊണ്ട് എന്താ പ്രയോജനം? എൻ്റെ വിചാരം, എല്ലാ വലിയ നോമ്പിലും പിതാക്കന്മാരിങ്ങനെ 3-ാമത്തെ ആഴ്ചയിൽ ക്രിസ്തു പക്ഷപാത രോഗിയോട് സൗഖ്യം ധ്യാനിക്കുന്നതിലൂടെ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, മകനെ മകളെ, നീയും നിന്റെ വീടിനകത്ത് നിനക്ക് സൗഖ്യമുള്ളപ്പോൾ നീ ചുമക്കേണ്ട കിടക്കയുണ്ടെന്ന്. എന്താ ഈ കിടക്ക? 2 ക്ലൂ ഞാൻ തരാം. 1, ഒരുപാട് കാലം ഈ രോഗിയെ ആര് ചുമന്നു? കിടക്ക ചുമന്നു. കർത്താവ് പറയാം, ഇത്രയും കാലം നിന്നെ കിടക്ക ചുമന്നില്ലടാ, ഇനി നീ എന്ത് ചെയ്യണം? നീ ഈ കിടക്ക ചുമക്കണം. എന്താ കിടക്ക? 2-ാമത്തെ ക്ലൂ തരാം. എന്താ അത്? ഞാനും നിങ്ങളും എല്ലാ മനുഷ്യരും ഒരുപാട് കാലം ഈ പക്ഷപാത രോഗിയെ പോലെ തന്നെ കിടന്ന കിടപ്പിലായിരുന്നു. നിസ്സഹായതയുടെ നിലവിളിയായി ഏതൊക്കെയോ കിടക്കയിൽ വിയർപ്പും വിസർജ്യവുമൊക്കെ കളഞ്ഞവരാണ്. ആ വിസർജ്യവും വിയർപ്പൊക്കെ ഏറ്റുവാങ്ങിയ ചില കിടക്കുകളുണ്ട്. നമുക്ക് ആരോഗ്യവും സൗഖ്യവും കിട്ടുമ്പോൾ അന്ന് നമ്മുടെ വിയർപ്പും വിസർജ്യവും ഒക്കെ ഏറ്റുവാങ്ങിയ കിടക്കുകൾ ദുർഗന്ധപൂരിതമാകും. മകനെ മകളെ, അന്ന് നിന്നെ ചുമന്ന കിടക്ക നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ നീ നിന്റെ വീട്ടിനകത്ത് ചുമക്കണം. ഏതായി കിടക്ക? മാതാപിതാക്കൾ. ഇത് വർത്തമാനകാല മലയാളിയുടെ കുടുംബജീവിതത്തിൽ ഏറ്റവും വലിയ പുഴുക്കുത്തിതാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ള ജില്ല പത്തനംതിട്ടയാണ്. വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ നിഷ്കരണം വൃദ്ധസദനങ്ങളിലേക്ക് വലിച്ചെറിയാൻ ഒരു മടിയുമില്ലാത്ത മക്കളുടെ എണ്ണം. പണ്ട് കുടിച്ച ഗ്ലാസ് കഴുകി വെക്കും, കഴിച്ച പ്ലേറ്റ് കഴുകി വെക്കും. ഇന്ന് കുടിച്ച ഗ്ലാസ് വലിച്ചെറിയും, കഴിച്ച പ്ലേറ്റ് വലിച്ചെറിയും, ഉപയോഗിച്ച മാതാപിതാക്കളെയും വലിച്ചെറിയും.
പിതാക്കന്മാർ എത്ര ഭംഗിയായിട്ട് നോമ്പിന്റെ പ്രവേശന കവാടത്തിന്റെ മുമ്പേ വാങ്ങിപ്പോയ സകലരെയും ഓർക്കാൻ. എന്തിനാണെന്നറിയാമോ നിങ്ങൾക്ക്? എന്തിനാ? ശുഭക്കോനയാ. ആരോടാ? നമ്മൾ ജീവിച്ചിരിക്കുന്ന, നമ്മൾ നടത്തുന്ന ശുഭക്കോന ശുശ്രൂഷയ്ക്ക് മുമ്പ് നിന്നെ വളർത്തി വലുതാക്കിയ അപ്പന്റെ അമ്മയുടെയും കുഴിമാടത്തിന്റെ അടുത്ത് പോയിട്ട് ചെയ്യേണ്ട പണി എന്നാ? സോറി പറയുക. എന്തിനാ സോറി പറയണ്ടേ? ശുശ്രൂഷിക്കാൻ, സ്നേഹിക്കാൻ, അനുസരിക്കാൻ മറന്നു പോയെങ്കിൽ അപ്പ അമ്മ എന്നോട് പൊറുക്കണമേ എന്ന് പറയാൻ. നിങ്ങൾ ഓർത്തോളൂ, 600-500 സ്ക്വയർ ഫീറ്റ് വീടിനകത്ത് ജീവിച്ചപ്പോൾ ഉണ്ടായ സമാധാനമൊന്നും ഇന്ന് 5000 സ്ക്വയർ ഫീറ്റിനകത്ത് ഇല്ലാതെ പോകുന്നെങ്കിൽ, നെഞ്ചോട് ചേർത്ത് പിടിച്ച് വളർത്തുന്ന മക്കളൊക്കെ വഴിതെറ്റിപ്പോകുന്നുവെങ്കിൽ ഓർക്കുക, ആ ഒക്കെ വീടിന്റെ മുകളിൽ ഏതൊക്കെയോ അപ്പന്റെയും അമ്മയുടെയും ശാപത്തിന്റെ കണ്ണുനീര് പെയ്തു വീഴുന്നുണ്ട്. നമ്മുടെയൊക്കെ പള്ളിയോട് ചേർന്ന് സെമിത്തേരികൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനാ, ഓർക്കാനാണ്, അവരോട് സോറി പറയാനാണ്. ജീവിച്ചിരിക്കുന്ന മക്കളും കൊച്ചുമക്കളും ഓർക്കേണ്ടത് അപ്പയും അമ്മയും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണുനീർ വീഴ്ത്തരുത് എന്ന് ചിന്തിക്കാൻ. ഇതിനാ ഈ 3-ാമത്തെ ആഴ്ചയിലെ വേദവായന ഭാഗം. അത് മാത്രമാണോ? എന്റെ വിചാരം വിശുദ്ധ കുർബാനയിൽ ഏറ്റവും നമ്മുടെ ചങ്ക് തകർന്ന രംഗമുണ്ട്. എപ്പോഴത്? പുരോഹിതൻ വിശുദ്ധ കുർബാന പടിഞ്ഞാറോട്ട് എഴുന്നള്ളിച്ച് കാസാ പീലാസ എടുത്ത് പറയും. എന്ത് പറയും? ഇതെന്റെ ശരീരം, നിങ്ങൾ വാങ്ങി ഭക്ഷിച്ചുകൊള്ളുവിൻ. ഇതെന്റെ രക്തം, നിങ്ങൾ പാനീയം ചെയ്യുവിൻ. അത് കഴിഞ്ഞൊരു വാചകമുണ്ട്, നല്ലോണം ശ്രദ്ധിച്ച ചങ്ക് തകർന്നുള്ളൂ. എന്താ അത്? ഇത് ഞങ്ങളുടെ ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ, എന്നാലോ ഞങ്ങളുടെ രക്ഷയ്ക്കും. എന്താ ഇതിന്റെ അർത്ഥം? ഈ കാസാ പീലാസയ്ക്ക് പള്ളിയുടെ അകത്ത് മാത്രമല്ല, അതിൽ ഗാർഹികമായ മാനമുണ്ടെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ പീലാസയിൽ തുടങ്ങാം. ആദ്യം പീലാസയിൽ എന്താ? രക്തം. തമ്പുരാന്റെ രക്തം നമ്മൾ കുടിച്ചു. അതാ വിശുദ്ധ കുർബാന അനുഭവം ആണേ. നമ്മൾ വിചാരിക്കും, ദൈവമേ സ്വന്തം രക്തം, അവസാനമുള്ള രക്തം പോലും നമുക്ക് വേണ്ടി ഊറ്റി തന്നു എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സങ്കടം വരൂലേ? ആ സങ്കടം വരുമ്പോ കാസാ പീലാസ ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ ഓർക്കണം, ആദ്യം കുടിച്ച രക്തം ക്രിസ്തുവിന്റെ രക്തമല്ല, പിന്നെയോ അമ്മയുടെ രക്തം. എപ്പോഴാ? അമ്മയുടെ ഉദരത്തിൽ ജീവന്റെ തുടിപ്പായി വചനിപ്പായി ഞാനും നിങ്ങളും വന്നു വീണ അന്ന് മുതൽ പുറത്തു വരുന്നത് വരെ പൊക്കിൾ കൊടിയിലൂടെ അമ്മയെ ഭക്ഷിച്ചവരാണ്. മനസ്സിലാവുന്നോ? തീർന്നില്ല. ജനിച്ചു വീണിട്ടോ അമ്മിഞ്ഞാന്ന് പറഞ്ഞ സംഗതി എന്താ? അമ്മയുടെ സ്നേഹം, അമ്മയുടെ രക്തം സ്നേഹം കൊണ്ട് വെളുത്തു പോയതാണ്. ഇത് കുടിച്ചവരാ നമ്മള്. ഇതാണ് നമ്മൾ മറന്നു പോകുന്നത്, അല്ലേ? ഞാൻ എപ്പോഴും ഈ ടീനേജ് മക്കളോട് പറയും, 17 വയസ്സുള്ള മകന് അമ്മയ്ക്ക് വിവരമില്ലാൻ തോന്നുക. ഞാൻ പറയും, മോന് ഓർക്കണടാ, ഈ 17 വയസ്സിന് മുമ്പ് നീ ആ വയറ്റിൽ നോക്കാൻ പറയും. അവിടെ കിടന്നതാ നീ. പിന്നെയോ ശൈശവും ബാല്യവും കൗമാരവും ഒക്കെ ഉണ്ട്. ഇതൊക്കെ മറന്നു പോവുക. ഇത് നമ്മുടെ മക്കളെ ഓർപ്പിച്ചെടുക്കണ്ടേ? ഈ അമ്മയെ നമുക്ക് എങ്ങനെ വലിച്ചെറിയാം? എന്തിന്റെ പേരിലാണെങ്കിലും. പ്രായമായവരെല്ലാവരും വിശുദ്ധന്മാരാണ് അഭിപ്രായം എനിക്കില്ല. ചില ആൾക്കാർക്ക് അതുകൂടി കൂട്ടിച്ചേർത്ത് പറയണല്ലോ, ഒരു 70 കഴിയുമ്പോൾ പിന്നെ വേറെന്തോ അസുഖം. എന്താ അത്? മനസ്സിലാവുന്നുണ്ടോ? അത് എന്താ? എൻ്റെ കാലം ഞാൻ കഷ്ടപ്പെട്ടത്, ഞാനില്ലെങ്കിൽ ഭൂമിയില്ല, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അങ്ങനെ പ്രായമുള്ളവർ തിരിച്ചറിഞ്ഞ വലിയൊരു കാര്യമുണ്ട്. എന്താ കാര്യം? ഓരോ പ്രായത്തിനനുസരിച്ചും ഈ ഹെയർ പിൻ കയറി വരുന്ന പോലെ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷം തോന്നണം. ഓരോ കാലഘട്ടങ്ങളിലും വളർത്തി വലുതാക്കിയവരെ അവർ സ്നേഹിക്കുന്ന പോലെ തന്നെ പ്രായമുള്ളവർ അതും തിരിച്ചറിയണം. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ കുറവുകളുടെയും കൂടി ഒരു അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. അമ്മയുടെ ഉദരത്തിൽ കിടന്ന കാലം ഓർത്താൽ, അമ്മയുടെ അമ്മിഞ്ഞ കുടിച്ച കാര്യം ഓർത്താൽ, അതാ അമ്മ. അതുകൊണ്ട് ഈ ടീനേജുകാരൊക്കെ പരീക്ഷയായിരിക്കും, അതുകൊണ്ടായിരിക്കും വരാത്തത്. എല്ലാ മക്കളോട് എന്താ ചോദിച്ചത്? മമ്മി ആരാന്ന് ചോദിച്ചാൽ മമ്മി രക്തം കുടിച്ചാൽ ഓർക്കണം. അമ്മ കരഞ്ഞാൽ ദൈവം കരയും പഠിപ്പിക്കണം. നമ്മുടെയൊക്കെ പിള്ളേർക്ക് ഭക്തി കൂട്ട്. 3 മാസം മുമ്പ് വന്ന കൗൺസിലിംഗ് കേസ് എന്താ? ഒരു +2 കാരിയാണ്, അവൾക്ക് തിരുവല്ലക്കാരിയാണ്, അവൾക്ക് പരിമല ഭക്തി കൂടി. പരിമല ധ്യാനിക്കാൻ പോവുക. പാവം മമ്മിയും പപ്പയും പരിമല വിട്ടു.
6 മാസം കഴിഞ്ഞ് മനസ്സിലായി പ്രണയാണ്, മറ്റേ ആള് പരിമല വരിക. മനസ്സിലാവുണ്ടോ? നമ്മുടെ പിള്ളേര് കണ്ടുപിടിക്കുന്ന മാർഗങ്ങളെ എന്തൊക്കെയാണ് കണ്ണിൽ പൊടിയിടുന്നത്. ഒന്നും തെറ്റാണല്ല ഞാൻ പറയുന്നത്. ഒരപ്പനും അമ്മയുടെയും കണ്ണുനീർ സങ്കടം വരുത്തിയിട്ട് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ലോകത്തിന്റെ ഏത് കോണിൽ പോയി പഠിക്കുമ്പോഴും വളർന്നാലും വലുതായാലും അമ്മയെ ഓർക്കണ്ടേ, അപ്പയെ ഓർക്കണ്ടേ, ഇടവകയെ ഓർക്കണ്ടേ? അമ്മ രക്തമാണെങ്കിൽ ഞാൻ പറയും അപ്പൻ ആരാ? അപ്പൻ കാസയാണ്. എന്താണ്? എൻ്റെ ശരീരം. ഒരു പപ്പയുടെ ശരീരമായത്, ഒരപ്പന്റെ അധ്വാനമായത്. എൻ്റെ വിചാരത്തിൽ അമ്മ മഴയും അപ്പനൊക്കെ ആലിപ്പഴവും. എന്താ, മഴ ഇടയ്ക്കിടയ്ക്കൊക്കെ പെയ്യും, ആലിപ്പഴം എപ്പോഴെങ്കിലും പെയ്യും. പെയ്യുമ്പോൾ നല്ല സ്ട്രോങ്ങിൽ പെയ്യും. ജീവിതത്തിൽ ദൈവത്തിലേക്ക് നേരിട്ട വഴികളില്ല എന്നും അമ്മയിലൂടെയും അപ്പനിലൂടെയും ഗുരുക്കന്മാരിലൂടെയുമാണ് ഈശ്വരനിലേക്കുള്ള വഴിയെന്നും പഠിപ്പിക്കാനും ഓർത്തെടുക്കുവാനുമാണ് നോമ്പിലെ 3-ാമത്തെ ആഴ്ചയിൽ പക്ഷവാത രോഗിയോട് സൗഖ്യം കിട്ടിയപ്പോൾ കിടക്കാം ചുമക്കാൻ പറഞ്ഞത്. ഓർക്കണം, ഓർമ്മകളുണ്ടാകണം. ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സൗകര്യങ്ങളും സമ്പത്തിൻ്റെ എല്ലാം പിന്നിൽ കരഞ്ഞവർ, പ്രാർത്ഥിച്ചവർ, ഒന്നുമില്ലായ്മയും നമ്മെ ഇങ്ങനെ ചേർത്ത് പിടിച്ചവർ, അവരൊഴുക്കിയ കണ്ണുനീരാണ് നമ്മുടെ നന്മ എന്ന തിരിച്ചറിവിൽ ഈ കൊച്ചുമക്കളെയൊക്കെ വാങ്ങിപ്പോൾ അവരുടെ കബറിടത്തിൽ ഇങ്ങനെ കൊണ്ടുപോയി പറഞ്ഞു കൊടുക്കണം, മോളും മോനും ഇതാടാ വല്യപ്പ, ഇതാടാ വല്യമ്മ. വന്ന വഴികൾ ഓർക്കണം. ഞാനൊരു കഥ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. എന്നെ വല്ലാതെ ടച്ച് ചെയ്ത ഒരു അനുഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് 5-8 വർഷങ്ങൾക്കപ്പുറത്താണ്. മുംബൈയിൽ ഒരു ഫാമിലി കോൺഫറൻസിലെല്ലാം ക്ലാസ് എടുത്ത് ഞാനിങ്ങനെ വളരെ വൈകി വരുന്ന വിമാനം കാത്ത് എയർപോർട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ലോഞ്ചിൽ വെച്ച് ഞാൻ ഒരു പത്തനംതിട്ടക്കാരനെ പരിചയപ്പെടുകയാണ്. ഞങ്ങളിങ്ങനെ വായിച്ച ആർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് പരിചയപ്പെടുന്നത്. ഒരു 75 വയസ്സ് പ്രായമുള്ള വളരെ പോസിറ്റീവായി ശൈലിയുള്ള ഒരു ആളാണ്. പലരോട് പറഞ്ഞു, ഞാനും പത്തനംതിട്ടക്കാരനാണ്. പത്തനംതിട്ടയിൽ കടമനിട്ട എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്നയാളാണ്. അയാളുടെ ചരിത്രം പറയുകയാണ് എന്നോട്. പാറപൊട്ടിക്കലായിരുന്നു അപ്പൻ്റെ തൊഴിൽ. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ, അക്കാലത്തെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ പഠിപ്പിക്കാൻ വലിയ മാർഗമൊന്നും ഇല്ലാതിരുന്ന അപ്പൻ ഈ മകനെ അകന്ന ബന്ധത്തിൽ ഒരു ആൻറ്റി ഉണ്ട് ബോംബെയിൽ, അങ്ങോട്ട് പറഞ്ഞയച്ചു. ഗ്രാമത്തിൽ ജനിച്ചു വളർന്നൊരു 17 വയസ്സുകാരൻ ബോംബെയിൽ ചെന്ന് 3 മാസം കഴിഞ്ഞ് പപ്പയ്ക്ക് എഴുതിയത്, പപ്പ ഞാൻ തിരിച്ചു പോയിരുന്നു. കാരണവും അവൻ പറഞ്ഞു, ബോംബെ പട്ടണത്തിന്റെ പ്രലോഭനം, ആകർഷണീയത എന്നെ വല്ലാതെ അലട്ടുന്നു. ഞാൻ വഴിതെറ്റി പോകുമോ, അറിയാത്ത എന്തിലെങ്കിലും ചെന്ന് പെട്ടുപോകുമോ എന്ന് ഞാൻ പേടിക്കുന്നതുകൊണ്ട് ഞാൻ തിരിച്ചു വരുന്നു. വലിയ ഔപചാരിക വിദ്യാഭ്യാസമൊന്നും ഇല്ലാതിരുന്ന ആ അപ്പൻ ആ മകന് മറുപടിയുടെ കൂടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയും അയച്ചു കൊടുത്തു. ആ പിക്ചർ എന്തായിരുന്നു? വിയർത്തൊലിച്ച് അപ്പൻ പാറ പൊട്ടിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. താഴെ ഒരു അടിക്കുറിപ്പ് പോലെ അപ്പൻ എഴുതി, നിനക്ക് കരുതാത്ത എന്തെങ്കിലും ചെയ്യണമെന്ന് ഓർമ്മ വരുമ്പോൾ നീ എന്തോർക്കണം? അപ്പൻ്റെ വിയർപ്പ് ഓർക്കണം. 75-ാമത്തെ വയസ്സിൽ ONGCയുടെ ഒരു വലിയ ഹൈഫൈ പോസ്റ്റിന് റിട്ടയറായ 75-കാരനായ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞ വാദം ഇതാണ്: ഞാനിപ്പോഴും എൻ്റെ അപ്പയുടെ വിയർത്തൊലിച്ച് പാറ പൊട്ടിക്കുന്ന ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഒരു നിധി പോലെ ഇങ്ങനെ സൂക്ഷിക്കുന്നു മോനെ. എൻ്റെ ജീവിതത്തിലേക്ക് അരുതാത്ത പലതും ചെയ്യാനും പ്രവർത്തിക്കാനൊക്കെ തോന്നിയിട്ടുണ്ട്, നമുക്കൊക്കെ തോന്നുമ്പോഴും ആ മകൻ്റെ അകത്ത് ഒരപ്പൻ്റെ വിയർപ്പുണ്ടായിരുന്നു. ഞാൻ വാക്കുകളോട് ഇവിടെ പറയട്ടെ, ചിലരെയൊക്കെ നമ്മൾ ചുമന്നേ പറ്റൂ, ചിലരൊക്കെ നമ്മൾ സഹിച്ചേ പറ്റൂ. ഇതൊരു നിയോഗമാണ്. ജീവിതത്തിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ടതിന് മുന്നൊരുക്കിയിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറലല്ല. നോമ്പതാണ്. നോമ്പ് വിശ്രമിക്കലാണ്. വിശ്രമം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തവരുടെ കണ്ണുകളിലേക്കുള്ള തിരിഞ്ഞു നോട്ടമാണ്. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ പെയ്യുന്ന മഴയാണെന്നാണ് രണ്ടാമത് പറഞ്ഞത്. എന്താ ഈ മഴ? അത് കണ്ണുനീരിൻ്റെ മഴയാണ്. എങ്ങനെയാ കണ്ണുനീരുണ്ടാകുന്നത്? കണ്ണുനീരുണ്ടാകുന്നത് ദൈവം നമ്മെ അത്യന്ത അത്ഭുതപൂർവം വഴി നടത്തിയ രംഗങ്ങളിങ്ങനെ ഓർത്താൽ മതി. പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെയൊരു നിർവചനമുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഇന്നലകളിലേക്ക് നോക്കിയുള്ള ഒരു നെടുവീർപ്പാണ്, കരച്ചിലാണ്. വന്ന വഴികളിലേക്ക് നോക്കുമ്പോൾ ഈ മനോഹരമായ സന്ധ്യയിൽ ഇരുന്ന് ഞാനും നിങ്ങളും നമ്മുടെ വന്ന വഴികളിലേക്ക്, ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കരച്ചിൽ വരും നമുക്ക്. എന്താ കരച്ചിൽ വരാൻ കാരണം?
ആവശ്യപ്പെടാതെ ഒരു അമ്മയുടെ ഉദരത്തിൽ ജീവന്റെ തുടിപ്പായി തമ്പുരാൻ നിക്ഷേപിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ എത്ര അത്ഭുതകരമായ തമ്പുരാൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചത്. എത്ര അപകടങ്ങൾ സംഭവിക്കാമായിരുന്നു, എത്ര തവണ നമ്മൾ മരിച്ചു പോകാമായിരുന്നു, എത്ര തവണ ആത്മഹത്യ തോന്നിയിരുന്നു. മക്കളില്ലാതിരുന്നൊരു കാലമില്ലേ, ജീവിതം വഴിമുട്ടിയ കാലമില്ലേ, വിവാഹം നടക്കാതിരുന്നൊരു കാലമില്ലേ, ജോലി ഇല്ലാതിരുന്നൊരു കാലമില്ലേ. അപ്പോഴൊക്കെ കൈവിടാതെ ഇങ്ങനെ പിടിച്ചു നടത്തിയ തമ്പുരാനെ എന്നോർക്കുമ്പോൾ അറിയാതെ കണ്ണുനീര് വരും. ആ കണ്ണുനീര് കൊണ്ടാണ് ഈ ചുട്ടുപഴുത്ത വേനലിനെ നന്മയുള്ളതാക്കി, തണുത്തതാക്കി, നനുത്തതാക്കി മാറ്റേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആശയത്തോട് ഇവിടെ പറയുന്നു. കണ്ണുകളെ അടയ്ക്കാൻ ഒരു നിമിഷം ചിന്തകളെ ഒരു കൊച്ചു പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടുത്തും. പ്രാർത്ഥന ഒരു തിരിഞ്ഞു നോട്ടമാണ് ഇന്നലകളിലേക്കും വന്ന വഴികളിലേക്കും. നമുക്കൊരു നിമിഷം നമ്മൾ ജനിച്ച വീട് ഓർക്കാം. ജനിച്ച വീട് ഓർക്കുമ്പോൾ നമ്മൾ നമ്മുടെ അമ്മയെ ഓർക്കും. ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ അമ്മമാർ, ജീവിച്ചിരിക്കുന്ന അമ്മമാർ ഓർക്കാം നമുക്ക്. അതോടൊപ്പം നമ്മുടെ അപ്പയെ പപ്പയെ ഓർക്കാം. വാങ്ങിപ്പോയവരാണെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അവരെ സങ്കടപ്പെടുത്തിയെങ്കിൽ, ശുശ്രൂഷിക്കാൻ പറ്റാതെ പോയെങ്കിൽ തമ്പുരാനെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. എല്ലാ മക്കൾക്കും ജീവിച്ചിരിക്കുന്ന പപ്പയെയും അമ്മയെയും ഓർക്കാം. പപ്പയ്ക്കും മമ്മിക്കും കണ്ണുനീരുണ്ടാകുന്ന, സങ്കടം വരുത്തുന്ന ഒന്നും ദൈവമേ ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ മക്കൾക്കും ജീവിതത്തിലെ എല്ലാ നന്മകളും അപ്പൻ്റെയും അമ്മയുടെയും ആശീർവാദത്തോടു കൂടിയാണ് നടക്കേണ്ടത് എന്ന് തിരിച്ചറിയാം നമുക്ക്. എല്ലാ മാതാപിതാക്കൾക്കും മക്കളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ആയിരക്കണക്കിന് ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്പുരാൻ മക്കളെ കൊടുത്തില്ല. അവർക്കില്ലാത്ത ഒരു അർഹതയും യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും മക്കളെയും കൊച്ചുമക്കളെയും നൽകിയ നന്മയ്ക്കായി നന്ദി പറയാം നമുക്ക്. മക്കളില്ലാത്തവരുടെ സങ്കടങ്ങളോട് ചേർന്ന് നിൽക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. എല്ലാ മക്കളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവമേ, ഞങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അരുതാത്ത വഴികളിലും വസ്തുക്കളിലും ബന്ധങ്ങളിലും ഞങ്ങളുടെ മക്കൾ ചെന്നുവിടാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മക്കളുടെ പഠനം, വിദ്യാഭ്യാസം, വിവാഹം, ജോലി, അങ്ങനെ ഒരുപാട് സങ്കടങ്ങളും സ്വപ്നങ്ങളും ഞങ്ങൾക്ക് മക്കളെക്കുറിച്ചുണ്ട്. മക്കളെക്കുറിച്ച് ഞങ്ങൾ സ്വപ്നങ്ങൾ കാണുന്നുവെങ്കിലും എല്ലാം നിവർത്തിക്കേണ്ടത് അങ്ങാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഒരു മാതാപിതാക്കൾക്കും അകാലത്ത് നഷ്ടമാകുന്ന മക്കളെക്കുറിച്ച് അറിയാൻ ഇടയുണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മക്കളെ കരുതണമേ, കാക്കണമേ, സൂക്ഷിക്കണമേ. എല്ലാ വിവാഹിതർക്കും ജീവിത പങ്കാളിയെ ഓർക്കാം. അറിയാതെ ബന്ധങ്ങൾ മരവിച്ചു പോയെങ്കിൽ തമ്പുരാനെ ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങ് സഖിയായി നൽകിയ ഞങ്ങളുടെ പങ്കാളികൾക്ക് സൗഖ്യവും സാന്ത്വനവും സമാധാനവും നൽകാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹം പ്രകടിപ്പിക്കാൻ, സ്നേഹം കേൾപ്പിക്കാൻ, സ്നേഹസ്പർശനങ്ങൾ നൽകാനൊക്കെ നീ ഞങ്ങളെ സഹായിക്കണമേ. നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. അറിഞ്ഞു അറിയാതെയും മനസ്സുകൂടാതെയും ഒക്കെ ചെയ്ത് എല്ലാ കുറവുകളെയും ക്ഷമിക്കണമേ. ഞങ്ങളുടെ ബന്ധങ്ങളെ വീഞ്ഞുകളാക്കണമേ. ഈ പരിശുദ്ധ നോമ്പിൽ കൂടെ ജീവിക്കുന്നവരുടെ കണ്ണുകൾ, കണ്ണുനീരുകൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കണമേ. ഇടവികാരിയെയും കുടുംബത്തെയും ഞങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. സഭയിലെ പിതാക്കന്മാരെ, പരിശുദ്ധ തിരുമേനിയെ, ഭാവതിരുമേനി എല്ലാം ഓർക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കേണ്ട എല്ലാവരും ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ നാടിനെ, സമൂഹത്തെ, രാജ്യത്തെ എല്ലാം ഞങ്ങളുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. നൽകിയ എല്ലാ നന്മകളെയും ഞങ്ങൾ ഓർക്കുന്നു. വാങ്ങിപ്പോയവരെ സ്വർഗീയ ഇരുസ്യം ആശ്വസിപ്പിക്കണമേ. കുറവുള്ളതും ബലഹീനമായ അടിയങ്ങളുടെ പ്രാർത്ഥന ഉന്നതപ്പെട്ട അങ്ങയുടെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായി തീരുമാറാകണമേ.